ಪ್ರಿಯ ಕ್ಲೆಮೆನ್ ಪಾಸ್ಟರ್ ಇವತ್ತು ನಮ್ಮ ಸಭೆಯಲ್ಲಿ ಬಂದಿರುವಂಥ ಘನ ಸೇವಕರನ್ನು ಈಗ ಸಭೆಗೆ ಸುಸ್ವಾಗತ ಮಾಡಿಕೊಳ್ಳೋಣ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സന്തോഷമുണ്ട്. ಎಷ್ಟು ಜನ ಸಂತೋಷವಾಗಿದ್ದೀರಾ? കർത്താവിന്റെ ധന്യമുള്ള നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ದೇವರ ಧನ್ಯವಾದ ನಾಮ ಮತ್ತೆ ಮಹಿಮೆ ಉಂಟಾಗಲಿ. ഇന്ന് സെഷനിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ಈ ಸೆಕ್ಷನ್ ಅಲ್ಲಿ ನಿಮ್ಮ ಜೊತೆಲಿರೋದು ಬಹಳ ಸಂತೋಷಕರವಾಗಿದೆ. പ്രത്യേകിച്ച് ഈ സഭയിലേക്ക് ക്ഷണിച്ച കർത്താവിൻ്റെ ദാസന് ഉള്ള ബന്ധത്തിൽ എൻ്റെ വ്യക്തിപരമായ നന്ദിയും സ്നേഹവന്ദനത്തെ ഓർപ്പിക്കുന്നു. ಈ ಸಭೆಗೆ ಕರೆದಿದಂಥ ದೇವ ಸೇವಕರಿಗೂ ನಾನು ವಂದನೆಯನ್ನು ಸಲ್ಲಿಸ್ತಾ ಇದ್ದೇನೆ. ഞാൻ ഓർക്കുന്നു, ഈ വർഷത്തിൻ്റെ ആരംഭം എന്നോട് ദൈവാത്മാവ് ഇടപെട്ടതാണ്. ഈ വർഷം 2025 നിനക്ക് ഒത്തിരി ഡിവൈൻ കണക്ഷൻ ദൈവം തരുമെന്ന്. ಈ ವರ್ಷದ ಪ್ರಾರಂಭದಲ್ಲಿ ದೇವರಾತ್ಮ ನನಗೆ ಪ್ರಕಟ ಮಾಡಿದ್ದು ಈ ವರ್ಷದಲ್ಲಿ ಒಂದು ಉನ್ನತವಾದ ದೈವಿಕವಾದ ಒಂದು ಮಾನಸಾಂತರ ಹೊಂದುವಂಥ ಕೂಟಕ್ಕೆ ದೇವರು ನಡೆಸ್ತಾರೆ ಅಂತ. എനിക്കറിയാം, നിങ്ങൾ ഒത്തിരി പ്രതീക്ഷയോടെയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്. ನನಗೆ ಗೊತ್ತು, ನೀವು ಬಹಳ ನಿರೀಕ್ಷೆಯಿಂದ ಕಾದುಕೊಂಡು ಕೂತಿದ್ದೀರಾ. അതുകൊണ്ട് ഞാൻ മുഖവരകൾ പറഞ്ഞ സമയത്തെ പോക്കുന്നില്ല. ಅದರಿಂದ ನಾನು ಪೀಠಿಕೆಗಳನ್ನು ಹೇಳಿ സമയವನ್ನು ಕಾಲವನ್ನು ವ್ಯರ್ಥ ಮಾಡುತ್ತಾ ಇಲ್ಲ. ഞാൻ ആരംഭമായിട്ട് ഇവിടെ വരിക ആയതുകൊണ്ട് എന്നെക്കുറിച്ച് 1-2 വാക്കുകൾ പരിചയപ്പെടുത്തി മാത്രം ശുശ്രൂഷയിലേക്ക് കയറുവാൻ താല്പര്യപ്പെടുന്നു. ನಾನು ಪ್ರಾರಂಭವಾಗಿ ಈ ಸಭೆಗೆ ಬಂದ ಕಾರಣ ನನ್ನ ಬಗ್ಗೆ 1-2 ಪರಿಚಯವನ್ನು ಮಾಡಿ ನಾನು ದೇವರ ವಾಕ್ಯಕ್ಕೆ ಹೋಗ್ತೇನೆ. ഞാൻ കേരളത്തിൽ കൊല്ലം ജില്ലയിൽ പുനലൂർ എന്ന സ്ഥലത്താണ് ജനിച്ചു വളർന്നത്. ಪಾಸ್ಟರ್ ಅಂಕಲು ಕೇರಳದಲ್ಲಿ ಕೊಲ್ಲಂ ಎನ್ನುವ ಜಿಲ್ಲೆಯಲ್ಲಿ ಪುನಲೂರು ಎಂಬ ಗ್ರಾಮದಲ್ಲಿ ಜನಿಸಿ ಬೆಳೆದವರು. പുനലൂർ എന്ന പട്ടണത്തിന് സ്ഥലത്തിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. പുനലൂർ എന്നുವ ആ സ്ഥಳಕ್ಕೆ ಬಹಳ ವಿಶೇಷತೆಗಳಿದೆ. അതിൽ ഒരു പ്രത്യേകതയാണ് ഒത്തിരി അഭിഷിക്തന്മാർ, പ്രവാചകന്മാർ വാർത്തെടുത്തൊരു സ്ഥലമാണ് പുനലൂര്. ಅದರಲ್ಲಿರೋ ಒಂದು ವಿಶೇಷತೆ ಏನೆಂದರೆ ಆ ಸ್ಥಳದಲ್ಲಿ ಅನೇಕ ಪ್ರವಾದಿಗಳು ಎದ್ದಂತ ಅನೇಕ ಪ್ರವಾದಿಗಳಿರುವಂತ ಸ್ಥಳವಾಗಿದೆ ಆ ಸ್ಥಳ. ഹല്ലേലൂയ ಹಲ್ಲೆಲೂಯ. അതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. ಅದರಲ್ಲಿ ನನಗೆ ಬಹಳ ಸಂತೋಷವಿದೆ. എന്നാൽ ഇപ്പോൾ ഞാൻ ശുശ്രൂഷയുടെ ബന്ധത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന് സമീപമായി സഭയിൽ ശുശ്രൂഷിക്കുന്നു. ಆದರೆ ಈಗ ಸೇವೆಗೆ ಸಂಬಂಧಪಟ್ಟು ತಿರುವನಂತಪುರಂ ಎನ್ನುವ ಒಂದು ಜಿಲ್ಲೆಯಲ್ಲಿ ಮೆಡಿಕಲ್ ಕಾಲೇಜ್ಗೆ ಸಂಬಂಧಪಟ್ಟು ಅದರ ಪಕ್ಕದಲ್ಲಿರುವ ಒಂದು ಜಾಗದಲ್ಲಿ ದೇವರ ಸಭೆಯಲ್ಲಿ ಸೇವೆ ಮಾಡ್ತಾ ಇದ್ದೇನೆ. ഞാൻ IPCയുടെ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഒരു ലോക്കൽ സഭയിൽ അവിടെ ശുശ്രൂഷിക്കുന്നു. IPC ಎನ್ನುವ ಒಂದು ಒಕ್ಕೂಟದ ಕೆಳಗಿರುವ ಒಂದು ಸಭೆಯಲ್ಲಿ ಸೇವಕರಾಗಿ ಸೇವೆ ಸಲ್ಲಿಸ್ತಾ ಇದ್ದಾರೆ. അപ്പോൾ തന്നെ കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷയുടെ ബന്ധത്തിൽ വിവിധ ഇടങ്ങളിൽ ദൈവം അയക്കുന്ന ഇടങ്ങളിൽ കടന്നുപോയി കർത്താവിൻ്റെ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നു. ಅದರ ಜೊತೆಯಾಗಿ ದೇವರು ಕೊಟ್ಟ ಸೇವೆಯ ಪ್ರಕಾರ ದೇವರು ಕಳಿಸುವಂತ ಜಾಗಗಳಲ್ಲಿ ಹೋಗಿ ಅಲ್ಲಿ ದೇವರ ಸುವಾರ್ತೆಯನ್ನು ಸಾರ್ತಾ ಇದ್ದೇನೆ. ആമേൻ ಆಮೇನ್. എനിക്ക് ഭാര്യയുണ്ട്, 3 പെൺമക്കളെ തന്നു. 2 പേരെ വിവാഹം കഴിഞ്ഞ് മൂത്ത മകളും കുടുംബം എൻ്റെ കൂടെ ശുശ്രൂഷിക്കുന്നു. ಅವರಿಗೆ ಹೆಂಡತಿ ಇದ್ದಾರೆ ಮತ್ತು 3 ಮಕ್ಕಳಿದ್ದಾರೆ. 2 ಹೆಣ್ಣು ಮಕ್ಕಳ ಮದುವೆ ಆಗಿದೆ. ದೊಡ್ಡ ಮಗಳು ಅವರ ಜೊತೆಯಲ್ಲಿ ಸೇವೆಯಲ್ಲಿದ್ದಾರೆ. എൻ്റെ സാക്ഷ്യം പറഞ്ഞു തുടങ്ങിയാൽ ഇന്ന് തുടർന്നുള്ള ശുശ്രൂഷകൾക്ക് സമയം കുറവായിരിക്കും. ನನ್ನ ಸಾಕ್ಷಿಯನ್ನು ಹೇಳಲಿಕ್ಕೆ ಪ್ರಾರಂಭಿಸಿದರೆ ಮುಂದಿರುವ ಸೇವೆಯಲ್ಲಿ ಮುಂದಿನ ಪ್ರಸಂಗ ಮಾಡಲಿಕ್ಕೆ ಸಮಯವಿರುವುದಿಲ್ಲ. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ സാക്ഷ്യം കൂടെ തൊട്ട് സംസാരിച്ചുകൊള്ളാം. ಮಧ್ಯ ಮಧ್ಯದಲ್ಲಿ ನನ್ನ ಸಾಕ್ಷಿ ಕೂಡ ಹೇಳಿ ನಾನು ಮುಂದೆ ಹೋಗ್ತೇನೆ. ആമേൻ ಆಮೇನ್. നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുക. ನೀವು ಬಹಳ ಪ್ರಾರ್ಥನೆಯಿಂದ ಕೂತ್ಕೊಳ್ಳಿ. ഇന്ന് ഈ മീറ്റിംഗിന് നടുവിൽ ദൈവം വന്നിട്ടുണ്ട്. ಇವತ್ತು ಈ ಮೀಟಿಂಗಿನ ಮಧ್ಯದಲ್ಲಿ ಯೇಸು ಸ್ವಾಮಿ ಬಂದಿದ್ದಾರೆ. ആമേൻ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ശാരീരികമായ ഒത്തിരി പ്രയാസങ്ങൾ എനിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ಈ ದಿವಸಗಳಲ್ಲಿ ಶಾರೀರಿಕವಾಗಿ ಅನೇಕ ಕಷ್ಟಗಳಿಗೆ ಒಳಗೊಂಡಿದ್ದೇನೆ. കാലിനല്പം പ്രയാസമുള്ളതുകൊണ്ട്
ചിലയിടങ്ങളിൽ ഞാൻ ആരെങ്കിലും കൊണ്ടുപോകാറുണ്ട്. കേരളത്തിൽ ഞാനൊരു ഡ്രൈവറെ വെച്ചുകൊണ്ടാണ് പലയിടങ്ങളിലും ശുശ്രൂഷയ്ക്കായി പോയിക്കൊണ്ടിരിക്കുന്നത്. ಆದ್ದರಿಂದ ಕಾಲುಗಳಲ್ಲಿ ಸ್ವಲ್ಪ ತೊಂದರೆ ಇರುವುದರಿಂದ ಕೇರಳದಲ್ಲಿರುವಾಗ ಡ್ರೈವರ್ನ ಕರ್ಕೊಂಡು ನಾನು ಎಲ್ಲಾದರೂ ಸೇವೆಗೆ ಹೋಗುವುದು. ഞാനിത് പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. ಇದು ಯಾಕೆ ಹೇಳ್ತಾ ಇದ್ದೇನೆ ಅಂದರೆ ನೀವು ಪ್ರಾರ್ಥನೆಯಲ್ಲಿ ಕೂತ್ಕೊಳ್ಳಿಕ್ಕೋಸ್ಕರ ಈ ವಿಷಯ ಹೇಳ್ತಾ ಇರೋದು. ആമേൻ. ಆಮೇನ್. എത്ര പേര് ഇന്ന് പകൽക്കാലം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും? ಎಷ್ಟು ಜನ ಇವತ್ತು ಪಾಸ್ಟ್ ಅಂಕಲಿಗೋಸ್ಕರ ಪ್ರಾರ್ಥನೆ ಮಾಡ್ತೀರಾ? ഞാൻ വിശ്വസിക്കും, ഞാനിവിടെ കടന്നു വന്നത് എനിക്കും ഒരു സൗഖ്യം ഉണ്ടാകണം. ಪಾಸ್ಟ್ ಅಂಕಲ್ ನಂಬುತ್ತಾ ಇದ್ದಾರೆ ಇವತ್ತು ಅವರು ಇಲ್ಲಿ ಬಂದಿದ್ದ ಮುಖಾಂತರ ಅವರಿಗೂ ಒಂದು ಸೌಖ್ಯ ಉಂಟಾಗಲಿ ಎಂದು. ഹല്ലേലൂയ. അനേകരുടെ പ്രാർത്ഥനയുടെ ബലം കൊണ്ട് ദൈവം ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ಅನೇಕರ ಪ್ರಾರ್ಥನೆಯ ಬಲದಿಂದಲೇ ದೇವರು ಈ ರೀತಿ ನನ್ನನ್ನು ನಡೆಸ್ತಾ ಇರೋದು. കഴിഞ്ഞ ദിവസം ഡോക്ടറെ കണ്ട് പരിശോധിച്ചു. ഡോക്ടർ പറഞ്ഞു ആൻജിയോഗ്രാം ചെയ്യണം, ഹാർട്ടിന് പ്രോബ്ലമുണ്ട്, നിങ്ങൾ ഒരു 3 മാസമെങ്കിലും റെസ്റ്റ് എടുക്കണം, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു. പക്ഷെ ഞാനിതൊന്നും കൂട്ടാക്കാതെ ദൈവം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ಡಾಕ್ಟ್ರು ಟೆಸ್ಟ್ ಎಲ್ಲ ಮಾಡಿದ ಮೇಲೆ ಹೇಳಿದರು ಆ್ಯಂಜಿಯೋಗ್ರಾಮ್ ಮಾಡಬೇಕು, 3 ತಿಂಗಳಾದರೂ ರೆಸ್ಟ್ ತಗೊಳ್ಬೇಕು. ಈ ರೀತಿಯಾಗಿ ಅನೇಕ ನಿರ್ದೇಶಗಳು ಕೊಟ್ಟರು ಕೂಡ ನಾನು ಅದೇ ಯಾವುದನ್ನು ತಲೆಗೆ ಹಾಕಿಕೊಳ್ಳದೆ ದೇವರ ಸೇವೆಯಲ್ಲಿ ನಾನು ಮುಂದೆ ಹೋಗ್ತಾ ಇದ್ದೇನೆ. ಆಮೆನ್. ദൈവം ഈ പകൽക്കാലം ഉപയോഗിക്കട്ടെ. ದೇವರು ಈ ಹಗಲತ್ತು ನನ್ನನ್ನು ಉಪಯೋಗಿಸಲಿ. പ്രൈസ് ദി ലോർഡ്. ಪ್ರೈಸ್ ಲಾರ್ಡ್. താങ്ക് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ದೇವರು നിಮ್ಮನ್ನು ಆಶೀರ್ವದಿಸಲಿ. ഞാൻ ഇവിടേക്ക് ക്ഷണിച്ച സമയത്ത് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ, ദൈവസന്നിധിയിൽ എൻ്റെ പ്രാർത്ഥന റൂമിലിരുന്നപ്പോൾ ഈ സഭയ്ക്ക് പറയുവാൻ തന്ന ഒരു ദൂത് നിങ്ങളെ അറിയിപ്പാൻ താല്പര്യപ്പെടുന്നു. ಈ ಸಭೆಗೋಸ್ಕರ ನಾನು ದೇವರ ಸನ್ನಿಧಿಯಲ್ಲಿ ಕೂತುಕೊಂಡು ನನ್ನ ಪ್ರಾರ್ಥನಾ ರೂಮಿನಲ್ಲಿ ಪ್ರಾರ್ಥಿಸುವಾಗ ದೇವರು ಈ ಸಭೆಗೆ ಕೊಟ್ಟಂಥ ಒಂದು ಪ್ರವಾದನೆಯನ್ನು ನಾನು ನಿಮಗೆ ಹೇಳ್ತಾ ಇದ್ದೇನೆ. ഇതൊരു പ്രോഫറ്റിക്കൽ വേർഡാണ്. ಇದೊಂದು ಪ್ರವಾದನೆಯ ಶಬ್ದವಾಗಿದೆ. നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. ನಮ್ಮೆಲ್ಲರಿಗೂ ಗೊತ್ತಿರುವ ಆದಿಕಾಂಡ ಪುಸ್ತಕ 1-ന്റെ 2-ാം വാക്യം. 1ನೇ ಅಧ್ಯಾಯ 2ನೇ ವಾಕ್ಯ. ഒരാൾക്ക് വായിക്കാം. ಭೂಮಿಯು ಕ್ರಮವಿಲ್ಲದೆಯೂ ಬರಿದಾಗಿಯೂ ಇತ್ತು, ಆದಿಸಾಗರದ ಮೇಲೆ ಕತ್ತಲಿತ್ತು, ದೇವರಾತ್ಮವು ಜಲಸಮೂಹಗಳ ಮೇಲೆ ಚಲಿಸುತ್ತಿತ್ತು. വെള്ളത്തിൻ്റെ മീതെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ಹಾಲೆಲೂಯಾ. ಇದರಲ್ಲಿ ನಾವು ವಾಕ್ಯ ನೋಡುವಾಗ ಇದರಲ್ಲಿ ದೇವರಾತ್ಮನು ಜಲಸಮೂಹಗಳ ಮೇಲೆ ಚಲಿಸುತ್ತಿತ್ತು. എല്ലാവരും ആ വചനം ഒന്ന് ഉറക്കെ പറഞ്ഞാട്ടെ. ಎಲ್ಲರೂ ಶಬ್ದವಾಗಿ ವಾಕ್ಯವನ್ನು ಹೇಳ್ತೀರಾ? ದೇವರಾತ್ಮನು ಜಲಸಮೂಹಗಳ ಮೇಲೆ ചലിಸುತ್ತಿತ್ತು. ആമേൻ. ആമേൻ. എല്ലാവരും വെള്ളം ഒന്നെന്ന് പറഞ്ഞേ. വെള്ളം. ಎಲ್ಲರೂ ಹೇಳಿ ಜಲಸಮೂಹ. ശക്തമായി പറഞ്ഞേ. ಶಕ್ತವಾಗಿ ಹೇಳ್ತೀರಾ? ഓ, ഈ പദം ഇവിടെ പറഞ്ഞപ്പോൾ തന്നെ ഒരു ಅಭಿಷೇകം വീണിരിക്കുക. ಆಮೇನ್. ಈ ಶಬ್ದ ಇಲ್ಲಿ ಹೇಳುವಾಗಲೇ ಒಂದು ಅಭಿಷೇಕ ಇಲ್ಲಿ ಇಳಿತಾ ಇದೆ. ജീസസ്. ഓ ജീസಸ್. ഓ ರಾಬಾದಾ ಬಾಬಾ ಶಗರಗನಯ. എല്ലാ കണ്ണും ഒരു നിമിഷം അടച്ച് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളൊന്ന് സാരി മുച്ചിರೋಣ, ನಾವು ಪ್ರಾರ್ಥಿಸೋಣ. കരങ്ങളെല്ലാം സ്വർഗത്തിലേക്ക് ഉയർത്തിയ കൈകളെಲ್ಲ ಸ್ವರ್ಗಕ್ಕೆ ಚಾಚಿ. ഓ രാമശിയായ. എത്ര പേര് ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്? ಎಷ್ಟು ಜನರಿಗೆ ದೇವರ ಸಾನ್ನಿಧ್ಯ ಅನುಭವಿಸಲಿಕ್ಕೆ ಆಗ್ತಾ ಇದೆ? ഓ രാമശിയാദനെ. താങ്ക് യു ജീസസ്. ഓ ഓ രാബാലദശി. ഈ വചനം വായിച്ചപ്പോൾ തന്നെ, ಈ ವಾಕ್ಯ ಓದಿದಾಗಲೇ ചിലരോടുള്ള ബന്ധത്തിൽ, ಕೆಲ ಜನರಿಗೋಸ್ಕರ, ഈ സഭയോടുള്ള ബന്ധത്തിൽ, ಈ ಸಭೆಗೆ ಸಂಬಂಧಪಟ್ಟ ಕೆಲ ಜನರಿಗೋಸ್ಕರ, മിനിസ്ട്രിയിലായിരിക്കുന്ന അഭിഷിക്തന്മാരോടുള്ള ബന്ധത്തിൽ, ಸೇವಾ ಕ್ಷೇತ್ರದಲ್ಲಿ ದೇವರ ಸೇವೆಯಲ್ಲಿ ಜೊತೆ ಸೇವಕರಾಗಿರುವ ಕೆಲವರಿಗೋಸ್ಕರ. ഇത് പറയുമ്പോൾ നിങ്ങൾ മൗനമായിരിക്കരുത്.
ಇದು ಹೇಳುವಾಗ ನೀವು ಮೌನವಾಗಿರಬೇಡಿ. വാട്ടർ ഉടമ്പടികൾ. ಓ, ನೀರಿನ ಒಂದು ಸಂಬಂಧ. വാട്ടർ ഉടമ്പടികൾ. ನೀರಿನ ಒಂದು ಸಂಬಂಧ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ച പരിശുദ്ധാത്മാവ്. ಓ, ಆದಿಕಾಂಡ ಪುಸ್ತಕ 1ನೇ ಅಧ್ಯಾಯ 2ನೇ ವಾಕ್ಯದಲ್ಲಿ ಜಲ ಸಮೂಹದ ಮೇಲೆ ಚಲಿಸಿದ ಅದೇ ಪವಿತ್ರಾತ್ಮರು. അതിൻ്റെ ഷെയർ, ಅದರ ಒಂದು ಭಾಗ, അതിൻ്റെ ഷെയർ, ಅದರ ಒಂದು ಭಾಗ, അതിൻ്റെ ഷിഫ്റ്റിംഗ്, ಅದರ ಒಂದು ಪರಿವರ್ತನೆ. വാട്ടർ ഉടമ്പടികൾ. ಓ, ನೀರಿನ ಒಡಂಬಡಿಕೆಗಳು ഇവിടെയുള്ള ജനത്തിന്റെ മേൽ ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട് ಇಲ್ಲಿರೋ ಜನರ ಮೇಲೆ ಹಂಚಿಕೊಡುವುದಾಗಿದೆ. Come on, പ്രതികരിച്ചേ. ನೀವು ಅದಕ್ಕನ್ನು ಪ್ರತಿകരിಸಿರಿ. ഇതൊരു പ്രാവചനിക സന്ദേശമാണ്. ಇದೊಂದು ಪ್ರವಾದನೆಯ ಸಂದೇಶವಾಗಿದೆ. നിങ്ങൾ ഒരു മെസ്സേജിനായി നിങ്ങൾ കാത്തിരിക്കരുത്. ನೀವು ಒಂದು ಸಂದೇಶಕ್ಕೋಸ್ಕರ ಕಾದುಕೊಂಡು ಕೂತುಕೊಳ್ಳಬೇಡಿ. നിങ്ങൾക്കുള്ള ഒരു സന്ദേശമായി കാണണം. ಈ ಒಂದು ಪ್ರವಾದನೆ ನಿಮಗಿರುವಂತಹ ಒಂದು ಸಂದೇಶವಾಗಿ ನೀವು ನೋಡಬೇಕು. വാട്ടർ ഉടമ്പടികൾ. ಓ, ನೀರಿನ ಒಂದು ಒಡಂಬಡಿಕೆಗಳು, വെള്ളത്താലുള്ള ഉടമ്പടികൾ, ನೀರಿನಿಂದ ಉಂಟಾಗುವ ಒಡಂಬಡಿಕೆಗಳು, വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ച പരിശുദ്ധാത്മാവിന്റെ ഷെയർ. ಓ, ನೀರಿನ ಮೇಲೆ ಚಲಿಸಿದಂತ ಪವಿತ್ರಾತ್ಮನ ಒಂದು ಭಾಗ ഇവിടെ ഇരിക്കുന്ന ചിലതിന്റെ മേൽ, ಈಗ ಇಲ್ಲಿ ಕೂತುಕೊಂಡಿರೋ ಕೆಲವರ ಮೇಲೆ പകരപ്പെടുകയാ. ಅದು ಹಂಚಿಕೊಡುತ್ತಾ ಇದೆ. തൊടട്ടെ, 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 സഭയെ തൊടട്ടെ, അഭിഷിക്തന്മാരെ തൊടട്ടെ. ഓ ജീസസ്. ಓ, ಶಿಮಿಮೆ ಕೆಲ್ದರ ಬಲದರ ಶಬ್ದರ ಬಲದರ ಬಲದರ ಬಲ. ಓ, ರಿಬಾ ಬಲದರ ഓ റബാ ഷാധാര. ಓ, ರಿಬಾ ಬಲದರ ಬಲದರ ಶബೆ. ഓ റബാ ഷാധാര. വഹിപ്പാൻ കഴിയാത്ത ദൈവത്തിന്റെ സാന്നിധ്യം, ಅದನ್ನು ವಹಿಸಲಿಕ್ಕೆ ಆಗದಂತ ಒಂದು ದೇವರ ಸಾನ್ನಿಧ್ಯ ഇതിനകത്ത് പരിശുദ്ധാത്മാവ് വഹിച്ചുകൊണ്ടിരിക്കുക. ಇದರ ಒಳಗೆ ಪವಿತ್ರಾತ್ಮನು ಕಳಿಸ್ತಾ ಇದ್ದಾರೆ. ഓ ശബദദദലയ. താങ്ക് യു ജീസസ്. ഓ റബസിയാതനെ. താങ്ക് യു ജീസസ്. ആ കരമെല്ലാം ഉയർത്തിയാട്ടെ. ಕೈಗಳೆಲ್ಲರ ಮೇಲೆತ್ತಿ. ഓ ജീസസ്. ദൈവം ചെയ്യുന്ന നന്മകൾക്കായി ദിനവും ഞാൻ സ്തോത്രം പാടിയിടുന്നു. ദൈവം ചെയ്യുന്ന നന്മകൾക്കായി ദിനവും ഞാൻ സ്തോത്രം പാടിയിടുന്നു. ജീവനും ഭക്തിക്കും വേണ്ടതല്ല ദിനവും തന്നെ നടത്തുന്നു. ജീവനും ഭക്തിക്കും വേണ്ടതല്ല ദിനവും തന്നെ നടത്തുന്നു. ദൈവം ചെയ്യുന്ന നന്മകൾക്കായി ദിനവും ഞാൻ സ്തോത്രം പാടിടുന്നു. ദൈവം ചെയ്യുന്ന നന്മകൾക്കായി ദിനവും ഞാൻ സ്തോത്രം പാടിടുന്നു. ജീവനും ഭക്തിക്കും വേണ്ടതല്ല
ദിനവും തന്നെന്നെ നടത്തുന്നു. ജീവനും ഭക്തിക്കും വേണ്ടതല്ല ദിനവും നടത്തുന്നു. ജീവനും ഭക്തിക്കും വേണ്ടതല്ല ദിനവും തന്നെ നടത്തുന്നു. ജീവനും ഭക്തിക്കും വേണ്ടതല്ല ദിനവും തന്നെ നടത്തുന്നു. അതെ, ജീവനും ഭക്തിക്ക് വേണ്ടതെല്ലാം തന്നെ നമ്മളെ നടത്തിയ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ എത്ര നമുക്ക് കഴിയും? ಓ ಜೀವವು ಭಕ್ತಿಗೂ ಬೇಕಾಗಿರೋದೆಲ್ಲವನ್ನು ನಮಗೆ ಕೊಟ್ಟು ಇದುವರೆಗೂ ನಡೆಸಿದ ದೇವರಿಗೆ ನಾವೆಷ್ಟು ಮಹಿಮೆಯನ್ನು ಸಲ್ಲಿಸಿದ್ರು ಸಾಲದು. എത്ര പേര് ആമേൻ പറയും? ಎಷ್ಟು ಜನದಕ್ಕೆ ಆಮೇನ್ ಹೇಳ್ತೀರಾ? ഓ ജീവനും ഭക്തിക്കും വേണ്ടതല്ല ദിനവും തന്നെ നടത്തുന്നു. ചേർന്ന് പാടാമോ? ജീവനും ഭക്തിക്കും വേണ്ടതല്ല ദിനവും തന്നെ നടത്തുന്നു. കഷ്ടതയാകുന്ന ശോധനയിൽ വാഗ്ദത്തമോർപ്പിച്ചു നിർത്തിയിടുന്നു. കഷ്ടതയാകുന്ന ശോധനയിൽ വാഗ്ദത്തമോർപ്പിച്ചു നിർത്തിയിടുന്നു. പെരുവെള്ളം നിന്നെ തൊടുകില്ല, അഗ്നി നിന്നെ ഒന്നും ചെയ്യുകില്ല. പെരുവെള്ളം നിന്നെ തൊടുകില്ല, അഗ്നി നിന്നെ ഒന്നും ചെയ്യുകില്ല. ദൈവം ചെയ്യുന്ന നന്മകൾക്കായി ദിനവും ഞാൻ സ്തോത്രം പാടിയിടുന്നു. ദൈവം ചെയ്യുന്ന നന്മകൾക്കായി ദിനവും ഞാൻ സ്തോത്രം പാടിയിടുന്നു. ചേർന്ന് ജീവനും ഭക്തിക്കും വേണ്ടതല്ല ദിനവും തന്നെ നടത്തുന്നു. ചേർന്ന് പാടാം ಎಲ್ಲರೂ ಸೇರಿ ಹಾಡೋಣ. ജീവനും ഭക്തിക്കും വേണ്ടതല്ല ദിനവും തന്നെ. ആ കർത്താവിനെ എത്ര പേര് പാടി മഹത്വപ്പെടുത്തുവാൻ കഴിയും? ಆ ಕರ್ತನನ್ನೇ ಎಷ್ಟು ಜನ ಹಾಡಿ ಘೋಷಿಸಲಿಕ್ಕಾಗುತ್ತೆ? വേണ്ടതല്ല ദിനവും തന്നെ ജീവനും വേണ്ടതല്ല ദിനവും തന്നെ റാബാസിയാദിയ
അങ്ങയുടെ ബലമുള്ള കരുത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ಕರ್ತನೇ ನಿಮ್ಮ ಬಲವಾದ ಕೈಗೆ ಸಮರ್ಪಿಸಿ ಪ್ರಾರ್ಥಿಸ್ತಾ ಇದ್ದೇವೆ. വചനത്തിന്റെ വിടുതൽ ഈ ജനത്തിന്റെ മേൽ കൈമാറുമാറാകണം. ಈ ವಾಕ್ಯದ ಬಿಡುಗಡೆ ಜನರ ಮೇಲೆ ನೀನು ಹಸ್ತಾರ್ಪಣೆ ಮಾಡಬೇಕು. എതിരെ നിന്ന് ചലിക്കുന്ന ദേശത്തിന്റെ ശക്തികളെ പരിശുദ്ധാത്മാവ് ശാസിക്കണം. ದೇವರ ಕಾರ್ಯಕ್ಕೆ ಎದುರಾಗಿ ನಿಲ್ಲುವಂತ ಎಲ್ಲ ದೇಶದ ಶಕ್ತಿಗಳನ್ನು ಪರಿಶುದ್ಧಾತ್ಮನ ನಾಮದಲ್ಲಿ ಅದನ್ನು ಆಜ್ಞಾಪಿಸಿ ಶಾಸಿಸಿ ಪ್ರಾರ್ಥಿಸ್ತಾ ಇದ್ದೇವೆ. ദൂതനെ തടയുന്ന ശക്തികൾ മാറിപ്പോകട്ടെ. ದೂತರುಗಳಿಗೆ ಅಡ್ಡಿ ಮಾಡುವ ಶಕ್ತಿಗಳು ನೀಗಿ ಹೋಗಲಿ. യേശുവിന്റെ നാമത്തിൽ ദൂതന്മാർ വെളിപ്പെടട്ടെ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ದೇವದೂತರುಗಳು ಪ್ರಕಟವಾಗಲಿ. അത് ചെയ്തിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ಅದನ್ನು ನೀವು ಮಾಡಿದ್ದೀರಾ, ಅದಕ್ಕಾಗಿ ಸ್ತೋತ್ರ. In Jesus name. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ಕೈಗಳನ್ನು ತಟ್ಟಿ ದೇವರಿಗೆ ಮಹಿಮೆ ಸಲ್ಲಿಸೋಣ. Jesus. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് വീണ്ടും പറയുന്നു, വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ച അതേ പരിശുദ്ധാത്മാവ് ഇതിന്റെ നടുവിൽ ചലിക്കും. ಈ ಹಗಲತ್ತು ಪವಿತ್ರಾತ್ಮನು ಮತ್ತೆ ಹೇಳುವುದೇನೆಂದರೆ, ಜಲ ಸಮೂಹದ ಮೇಲೆ ಚಲಿಸಿದ ಅದೇ ಪರಿಶುದ್ಧಾತ್ಮನೇ ಈ ಹಗಲತ್ತು ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಚಲಿಸ್ತಾರೆ. ഒന്നും കൂടെ പറഞ്ഞേ, വെള്ളം ഒന്ന്. ಎಲ್ಲರೂ ಹೇಳ್ತೀರಾ ಜಲ ಸಮೂಹ. ഒരു മനുഷ്യന് വെള്ളമില്ലാതെ നിലനിൽക്കാൻ കഴിയത്തില്ല. ಒಂದು ಮನುಷ್ಯನಿಗೆ ನೀರಿಲ್ಲದೆ ನಿಲ್ಲಲಿಕ್ಕಾಗುವುದಿಲ್ಲ. ഞാൻ ഏഴ് ദിവസമൊക്കെ ഒത്തിരി വർഷങ്ങൾക്ക് മുന്നേ വെള്ളം കുടിക്കാതെ, ആഹാരം കഴിക്കാതെ, വെള്ളം കുടിക്കാതെ 7 ദിവസമൊക്കെ ഉപസിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ಅನೇಕ ವರ್ಷಗಳ ಹಿಂದೆ 7 ದಿವಸಗಳು ನೀರು ಕುಡಿಯದೆ, ಆಹಾರವನ್ನು ಸೇವಿಸದೆ, ಉಪವಾಸವಿದ್ದು ಪ್ರಾರ್ಥಿಸಿದ್ದೇನೆ. പക്ഷേ ആഹാരം എങ്ങനെയും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ വെള്ളം കുടിക്കാതെ ഒരു വ്യക്തിക്ക് ജീവിപ്പാൻ കഴിയത്തില്ല. ಆಹಾರವಾದರೂ ಹೇಗಾದರೂ ಅಡ್ಜಸ್ಟ್ ಮಾಡಬಹುದು, ಆದರೆ ನೀರು ಕುಡಿದೆ ಯಾವ ವ್ಯಕ್ತಿಗೂ ಜೀವಿಸಲಿಕ್ಕಾಗುವುದಿಲ್ಲ. യഹൂദന്റെ ചരിത്രം പഠിക്കുമ്പോൾ, ಯಹೂದ್ಯರ ಚರಿತ್ರೆಯನ್ನು ಓದುವಾಗ അവരുടെ ആരാധന ചടങ്ങുകളിൽ വെള്ളം ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ്. ಅವರ ಆರಾಧನೆಯ ಮಾಡುವಾಗ ನೀರು ಹಾಕಬೇಕು. ಆಮೆನ್. ക്ഷേത്രങ്ങളിൽ പോകുന്നവരെ കുറിച്ച് പഠിച്ചാൽ അറിയാം, അവരെ കുളിക്കാതെ നനയ്ക്കാതെ അമ്പലത്തിൽ പോകത്തില്ല. ದೇವಸ್ಥಾನಗಳಿಗೆ ಹೋಗುವವರಿಗೆ ಬಗ್ಗೆ ನಾವು ನೋಡುವುದಾದ್ರೆ ಅವರಿಗೆ ಗೊತ್ತಿದೆ, ಅವರು ಸ್ನಾನ ಮಾಡದೆ ದೇವಸ್ಥಾನಗಳಿಗೆ ಹೋಗುವುದಿಲ್ಲ. ആ യഹൂദന്റെ അതേ നിയമമാണ്, പക്ക നിയമമാണ് മുസ്ലിങ്ങളുടെ ദേവാലയത്തിൽ. അവര് നിസ്കരിക്കാൻ ചെല്ലും മുന്നമേ കയ്യും കാലും നഖത്തിൻ്റെ ഇടയിൽ ഇത് അഴുക്കും ചെവിയും മൂക്കും എല്ലാം കഴിയ ശേഷമേ അവര് നിസ്കരിക്കാറുള്ളൂ. ಅದೇ ಯಹೂದ್ಯರ ಅದೇ ಪಾರಂಪರ್ಯನೇ, ಅದೇ ಒಂದು ಚಟನೆ, ಅದೇ ಒಂದು ಸ್ವಭಾವನೆ ಮುಸ್ಲಿಂ ಅವರು ಕೂಡ. ಅವರು ದೇವರಿಗೆ ನಮಾಜ್ ಮಾಡಲಿಕ್ಕಿಂತ ಮುಂಚಿತವಾಗಿ, ದೇವರಿಗೆ ನಮಸ್ಕಾರ ಮಾಡಲಿಕ್ಕಿಂತ ಮುಂಚಿತವಾಗಿ ಕೈ ಕಾಲುಗಳೆಲ್ಲ ತೊಳೆದು ಉಗುರುಗಳ ಮಧ್ಯದಲ್ಲಿ ಎಲ್ಲ ಅವರು ಪ್ರಾರ್ಥನೆ ಮಾಡಲಿಕ್ಕೆ, ಅವರು ನಮಾಜ್ ಮಾಡಲಿಕ್ಕೆ ಹೋಗುವುದು. അതുപോലെ വെള്ളം അത്രയ്ക്കും പ്രാധാന്യമർഹിക്കുന്ന ഒരു വസ്തുതയാണ്. ಅದೇ ರೀತಿಯಾಗಿ ನೀರು ಅಷ್ಟು ಪ್ರಾಮುಖ್ಯವನ್ನು ಹೊಂದಿರುವಂತ ಒಂದು ವಸ್ತುವಾಗಿದೆ. എന്നാൽ ഇന്ന് എനിക്ക് ദൈവം നൽകിയ ഈ സന്ദേശം, ಆದರೆ ಇವತ್ತು ದೇವರು ನನಗೆ ಕೊಟ್ಟ ಈ ಸಂದೇಶ, ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ, ದೇವರ ಸನ್ನಿಧಿಯಲ್ಲಿ ಕೂತುಕೊಂಡು ಪ್ರಾರ್ಥಿಸಿದಾಗ വെളിപ്പാടാണ് നിങ്ങൾക്ക് കൈമാറാൻ പോകുന്നത്. ಒಂದು ಪ್ರಕಟಣೆ ನಾನು ನಿಮಗೆ ಹೇಳಲಿಕ್ಕೆ ಹೋಗ್ತಾ ಇರೋದು. നിങ്ങളത് പിടിച്ചെടുക്കണം. ನೀವು ಅದನ್ನು ಹಿಡಿದುಕೊಳ್ಳಬೇಕು. ആമേൻ, ആമേൻ. അപ്പോൾ തന്നെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ, വീട്ടിൽ വെച്ച്, നാട്ടിൽ ഇങ്ങോട്ട് വരും മുന്നേ വീട്ടിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എന്നെ പരിശുദ്ധാത്മാവ് കാണിച്ച ഒരു വെളിപ്പാട് ഞാൻ കൈമാറി ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പാൻ താല്പര്യപ്പെടുകയാണ്. ಊರಿನಲ್ಲಿ ನಾನು ಕೂತುಕೊಂಡು ಪ್ರಾರ್ಥಿಸುವಾಗ, ಸಭೆಗೋಸ್ಕರ ಪ್ರಾರ್ಥಿಸುವಾಗ, ನನ್ನ ಪ್ರಾರ್ಥನಾ ಕೋಣೆಯಲ್ಲಿ ದೇವರು ನನಗೆ ಪ್ರಕಟಿಸಿದ ಆ ಪ್ರಕಟಣೆಯನ್ನು ನಿಮಗೆ ಹೇಳಿದ ಮೇಲೆ ದೈವ ಸಂದೇಶಕ್ಕೆ ಹಾಗೆ ಹೋಗ್ತೇನೆ. കർത്താവിനെ കാണിച്ചത് വളരെ ഡ്രൈ ആയി നിൽക്കുന്ന ഒരു ഏരിയ. ದೇವರು ನನಗೆ ತೋರಿಸಿದ್ದು ಒಣಗಿರುವ ಒಂದು ಸ್ಥಳ. ആമേൻ, ಆಮೇನ್. അതിൽ വളർന്നു വരുന്ന ഒരു വൃക്ഷം.
ಅದರಲ್ಲಿ ಬೆಳೆದು ಬರುವಂತ ಒಂದು ವೃಕ್ಷ. ആ സ്ഥലം ഡ്രൈ ആയി കിടക്കുക. ಆದರೆ ಆ ಜಾಗವೆಲ್ಲ ಅಲ್ಲಿರುವ ಪರಿಸ್ಥಿತಿ, ಆ ಸ್ಥಳಗಳೆಲ್ಲ ಒಣಗಿರುವಂತ ಪರಿಸ್ಥಿತಿ. സ്ഥലത്താണ് ഒരു വലിയ വൃക്ഷം നിൽക്കുന്നത്. ಆದರೆ ಆ ಒಣಗಿರುವ ನೆಲದಲ್ಲಿ ಒಂದು ದೊಡ್ಡ ವೃಕ್ಷ ನಿಂತಿರುವುದು. അതുകൊണ്ട് അതിൽ വെളിപ്പെടേണ്ട ഫലങ്ങളോ അതിൽ വളരേണ്ട ശിഖരങ്ങളോ കൊമ്പുകളോ വളരുവാൻ കഴിയാതെ ഇങ്ങനെ ഡ്രൈ ആയി നിൽക്കുക. ಆದ್ದರಿಂದ ಈ ಒಣಗಿರುವ ಜಾಗವಾಗೋದ್ರಿಂದ ಈ ಮರದಲ್ಲಿ ಪ್ರಕಟವಾಗಬೇಕಾದ ಫಲಗಳಾಗಲಿ, ಚಿಗುರುಗಳಾಗಲಿ, ಕೊಂಬೆಗಳಾಗಲಿ ಅದು ಬರದ ಹಾಗೆ ಒಣಗಿ ಬಾಡಿ ನಿಂತಿದೆ. പക്ഷെ പരിശുദ്ധാത്മ പിന്നെ കാണിച്ചത്, ಆದರೆ ಪವಿತ್ರಾತ್ಮ ಮತ್ತೆ ತೋರಿಸಿದೇನೆಂದರೆ സ്ഥലത്തെല്ലാം നനവ് വെളിപ്പെടുകയാണ്. ಆ ಸ್ಥಳದಲ್ಲೆಲ್ಲ ನೀರನ್ನು ಕಾಣಿಸ್ತಾ ಇದೆ, ಒದ್ದೆ ಆಗುತ್ತಾ ಇದೆ. ಶಬಬಲದರ ಬಲದರ ಸೆಬೆಬೆಬೆ ಕೆಲ್ದರ ಬಲ ಓರಿಲಾದರ ಶೆಬೆಬೆ ಕೆಲ್ದರ ಬಲದರ ಬಲ ಓ ಶಬಮಮ ಕೆಲ್ದರ ಬಲದರ 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 ಸೆಬೆಬೆಬೆಬೆಬೆ ಓ ರಾಲಾದರ ಶೆಬೆ ಕೆಲ್ದರ ಬಲದರ ಶಬಬಬಬಬಬಬಬಬ ಓ ರಬಬಲದರ ಶೆಬೆಬೆಬೆ ಕೆಲ್ದರ ಬಲದರ. അതിനകത്ത് നനവ് വെളിപ്പെട്ടിട്ട് ಅಲ್ಲಿ ಒದ್ದೆಯಾಗಿ ಕಾಣಿಸಿ ഈ വൃക്ഷത്തിന്റെ ശിഖരങ്ങൾ കൊമ്പുകളെല്ലാം വളർച്ച പ്രാപിക്കുക. ಆ ವೃಕ್ಷದ ಚಿಗುರುಗಳು, ಕೊಂಬೆಗಳೆಲ್ಲ ಬಲಗೊಳ್ಳುತ್ತಾ ಇದೆ. ആമേൻ. ಆಮೆನ್. അത് ഫലം കായ്ക്കുക. ಅದು ಫಲ ಕೊಡ್ತಾ ಇದೆ. എന്നോട് കർത്താവ് ഇടപെട്ടത് അത് ഈ ചർച്ചിനെ കുറിച്ച് കണ്ട ഒരു വെളിപ്പാടാ. ಅದು ನನಗೆ ದೇವರು ಪ್ರಕಟಪಡಿಸಿದ ಈ ಸಭೆಯ ಕುರಿತಿರುವ ಒಂದು ಪ್ರಕಟಣೆ ಆಗಿದೆ. ആമേൻ. ಆಮೆನ್. ആ രീതിയിൽ ഈ ചർച്ചിനെ ദൈവം വളർത്തും. ಆ ರೀತಿಯಲ್ಲಿ ಸಭೆಯನ್ನು ದೇವರು ಬೆಳೆಸಲಿಕ್ಕೆ ಹೋಗ್ತಾ ಇದ್ದಾರೆ. എവിടെയൊക്കെ ഡ്രൈ ആയി കിടക്കുന്നുവോ, ಎಲ್ಲೆಲ್ಲಿ ಒಣಗಿದೆಯೋ അവിടെയെല്ലാം നനവ് വെളിപ്പെടും. ಅಲ್ಲೆಲ್ಲ ಒದ್ದೆ ಆಗಲಿಕ್ಕೆ ಹೋಗ್ತಾ ಇದೆ. വാട്ടർ ഉടമ്പടികൾ നടക്കും. ಓ ನೀರಿನ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ನಡೆಯುತ್ತದೆ. Come on. പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഓർപ്പിച്ചു. ಪವಿತ್ರಾತ್ಮನಿಗೆ ಹೇಳ್ತಾ ಇದ್ದಾರೆ, ആ വൃക്ഷത്തിന്റെ ശിഖരങ്ങളിൽ കൊമ്പുകളിൽ, ಆ ವೃಕ್ಷದ ಚಿಗುರಿರುವ ಕೊಂಬೆಗಳಲ್ಲಿ അനേക നിറത്തിൽ വർണ്ണത്തിലുള്ള പക്ഷികൾ വന്ന് കൂട് വെച്ച് രാപാർക്കുന്നു. ಓ ಅನೇಕ ಬಣ್ಣ ಬಣ್ಣದ ಪಕ್ಷಿಗಳು ಬಂದು ಗೂಡು ಮಾಡಿಕೊಂಡು ಅದರಲ್ಲಿ ವಾಸ ಮಾಡುತ್ತದೆ. ഒരു പുതപ്പ് ദൈവം കൈമാറുകയാ. ಒಂದು ಕಂಬಳಿಯನ್ನು ದೇವರು ಹಸ್ತಾಂತರ ಮಾಡ್ತಾ ಇದ್ದಾರೆ. അതിനായി ശക്തമായി പ്രാർത്ഥിക്കട്ടെ. ಅದಕ್ಕೋಸ್ಕರ ಶಕ್ತವಾಗಿ ಪ್ರಾರ್ಥಿಸಬೇಕು. സന്തോഷമുള്ള ആമേൻ പറഞ്ഞാട്ടെ. ಸಂತೋಷವಿರೋ ಆಮೆನ್ ಹೇಳ್ತೀರಾ? സഭയെക്കുറിച്ചുള്ള ആലോചനകൾ ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പറയും. ಸಭೆಯ ಬಗ್ಗೆ ಯಾವುದಾದರೂ ಒಂದು ಆಲೋಚನೆಗಳು ಕೊಡುವಾಗ ಮಧ್ಯೆ ಮಧ್ಯೆ ನಾನು ಹೇಳ್ತೇನೆ. ആമേൻ. ಆಮೆನ್. വീണ്ടും ആ ദൂത് ആവർത്തിക്കുന്നു. ಮತ್ತೆ ನಾನು ಅದೇ ಪ್ರವಾದನೆಯನ್ನು ಮತ್ತೆ ನುಡಿತಾ ಇದ್ದೇನೆ. വെള്ളത്തിന്റെ മീതെ ನೀರಿನ ಮೇಲೆ ಚಲಿಸಿದ ಪವಿತ್ರಾತ್ಮರು അതിന്റെ ഷെയർ, ಅದರ ಒಂದು ಭಾಗವನ್ನು നിങ്ങൾക്ക് കൈമാറും. ನಿಮಗೆ ದೇವರು ಹಸ್ತಾಂತರ ಮಾಡ್ಲಿಕ್ಕೆ ಹೋಗ್ತಾ ಇದ್ದಾರೆ. എത്ര പേര് ആമേൻ പറയാൻ കഴിയും? ಎಷ್ಟು ಜನರಿಗೆ ಆಮೇಲೆ ಹೇಳಲಿಕ್ಕಾಗುತ್ತೆ? ഞാൻ ആദ്യമായിട്ടാണ് ഈ മെസ്സേജ് ഒരു സ്റ്റേജിൽ എടുക്കുന്നത്. ನಾನು ಮೊಟ್ಟ ಮೊದಲನೇ ಬಾರಿನೇ ಈ ಮೆಸೇಜ್ ನಾನು ತೆಗೆದುಕೊಳ್ತಾ ಇರೋದು. ഞാൻ ദൈവവചനം ഇങ്ങനെ വായിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ ನಾನು ದೇವರ ವಾಕ್ಯ ಹೀಗೆ ಓದಿ ಧ್ಯಾನಿಸುತ್ತಾ ಇರುವಾಗ
ഈ ഷെയർ പഴയ നിയമ വിശുദ്ധന്മാർക്കും പുതിയ നിയമ അപ്പോസ്റ്റലന്മാർക്കും അത് കൈമാറ്റം ചെയ്തിട്ടുണ്ട്. ಇದರ ಒಂದು ಭಾಗವನ್ನು ಹಳೆಯ ಒಡಂಬಡಿಕೆಯ ಸೇವಕರಿಗೂ ಹೊಸ ಒಡಂಬಡಿಕೆಯ ಅಪೊಸ್ತಲರಿಗೂ ಹಂಚಿಕೊಟ್ಟಿದೆ. ಆಮೆನ್ പറ. ಆಮೆನ್ ಹೇಳಿ. ഞാൻ ഇന്ന് ഒന്ന് രണ്ട് വ്യക്തികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ಅದರಲ್ಲಿರುವ ಒಂದೆರಡು ವ್ಯಕ್ತಿಗಳನ್ನು ನಿಮಗೆ ಪರಿಚಯ ಪಡಿಸ್ತೇನೆ. ഈ സെക്ഷനിൽ ഒന്നുണ്ട് പേരെ തൊടാം. ಈ ಸೆಕ್ಷನ್ ಅಲ್ಲಿ ಒಂದು ಎರಡು ಜನರನ್ನು ನಾನು ಮುಟ್ಟಿ ಹೋಗುತ್ತೇನೆ. സെക്ഷനിൽ ഇതിന്റെ ബാക്കി ഭാഗം ಕೊಡು. ಅದರ ಮುಂದಿನ ಸೆಕ್ಷನ್ ಅಲ್ಲಿ ಇದರ ಮುಂದಿನ ಮಿಕ್ಕಿರುವ ಭಾಗವನ್ನು ಹೇಳುತ್ತೇನೆ. പഴയ നിയമ വിശുദ്ധന്മാർ തുടങ്ങി ಹಳೆಯ ಒಡಂಬಡಿಕೆ ಪರಿಶುದ್ಧರಿಂದ ಪ್ರಾರಂಭಿಸಿ പുതിയ നിയമ അപ്പോസ്തലന്മാരിലേക്കും ഈ ഷെയർ കൈമാറിയിട്ടുണ്ട്. ಹೊಸ ಒಡಂಬಡಿಕೆ ಅಪೊಸ್ತಲರಿಗೂ ಇದರ ಒಂದು ಭಾಗವನ್ನು ಹಂಚಿಕೊಟ್ಟಲ್ಪಟ್ಟಿದೆ. അതിൽ ഒന്നാമതായി തൊടാൻ പോകുന്നത് ಅದರಲ್ಲಿ ಪ್ರಾರಂಭವಾಗಿ ಮುಟ್ಟಲಿಕ್ಕೆ ಹೋಗ್ತಾ ಇರೋದು മോശയെ കുറിച്ചാ. ಮೋಶೆಯ ಬಗ್ಗೆ. ഒരാമേൻ പറ. ಆಮೆನ್ ആമേൻ. ಆಮೆನ್. മോശയെ കുറിച്ച് കേൾക്കാത്തവരാരുമില്ല. ಮೋಶೆಯ ಬಗ್ಗೆ ಕೇಳದಿರುವವರು ಯಾರು ಇಲ್ಲ. ഉൽപ്പത്തി 1:2 വെളിപ്പെട്ട പരിവർത്തിച്ച ആ വെള്ളത്തിന്റെ ഷെയർ മോശ എന്ന അഭിഷിക്തന്റെ മേൽ ആമേ ഷിഫ്റ്റ് ചെയ്തു. ಆದಿಕಾಂಡ ಪುಸ್ತಕ 1ನೇ ಅಧ್ಯಾಯ 2ನೇ ವಾಕ್ಯದಲ್ಲಿ ಪ್ರಕಟವಾದ ಆ ನೀರಿನ ಮೇಲೆ ಚಲಿಸಿದ ಪವಿತ್ರಾತ್ಮನು ಮೋಶೆಯ ಮೇಲೆ ಹಂಚಿಕೊಡಲ್ಪಟ್ಟಿತು. നിങ്ങൾ വായിക്കാം പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം 15 മുതൽ. ನಾವು ಓದೋಣ ವಿಮೋಚನ ಕಂಠ 7ನೇ ಅಧ್ಯಾಯ 15ನೇ ವಾಕ್ಯದಿಂದ. ಬೆಳಿಗ್ಗೆ ಫರೋಹನ ಬಳಿಗೆ ಹೋಗು, ಅವನು ನದಿಗೆ ಹೋಗುತ್ತಾನಲ್ಲ, ಸರ್ಪವಾಗಿ ಮಾಡಲ್ಪಟ್ಟ ಆ ಕೋಲನ್ನು ನಿನ್ನ ಕೈಯಲ್ಲಿ ಹಿಡಿದುಕೊಂಡು ಅವನನ್ನು ಎದುರುಗೊಳ್ಳುವುದಕ್ಕೆ ನೈಲ್ ನದಿ ತೀರದಲ್ಲಿ ನಿಂತುಕೊಂಡು ಹೀಗನ್ನಬೇಕು, ಇಬ್ರಿಯರ ದೇವರಾದ ಯೆಹೋವನು ನನ್ನನ್ನು ನಿನ್ನ ಬಳಿಗೆ ಕಳುಹಿಸಿ. ಎಲ್ಲರೂ ಇಲ್ಲಿ ಗಮನಿಸಿ. മോശ എന്ന അഭിഷിക്തന്റെ മേൽ ഈ ಇದು ಕೈಮಾರುകയാണ്. ಮೋಶೆ ಎಂಬ ಒಬ್ಬ ಅಭಿಷಿಕ್ತನ ಮೇಲೆ ಇದು ಹಸ್ತಾಂತರವಾಗುತ್ತಾ ಇದೆ. മോശെ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ നമുക്കറിയാം, വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തവൻ. ಮೋಶೆ ಎಂಬ ಮಾತಿನ ಅರ್ಥವೇ ನಮಗೆ ಗೊತ್ತಿದೆ, ನೀರಿನಿಂದ ಎಳೆದುಕೊಂಡವನು. ഒരുപക്ഷെ അവനെ കളിയാക്കി പറഞ്ഞതായിരിക്കാം. ಒಂದು ವೇಳೆ ಅವನನ್ನು ಗೇಲಿ ಮಾಡಿ ಹೇಳಿರುವ ಒಂದು ಮಾತಾಗಿರಬಹುದು. എല്ലാവരും പറഞ്ഞു വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തവൻ. ಎಲ್ಲರೂ ಹೇಳಿ ನೀರಿನಿಂದ ಎಳೆದುಕೊಂಡವನು. പക്ഷേ ഈ ശ്രദ്ധിക്കണം, ഇവന്റെ മിനിസ്ട്രി തുടങ്ങുന്നത് വെള്ളത്തിനകത്തൂടെയാ. ಆದರೆ ಇದರ ಗಮನವಾಗಿ ಕೇಳಿಸಿಕೊಳ್ಳಿ, ಇವನ ಸೇವೆ ಪ್ರಾರಂಭವಾಗುವುದೇ ನೀರಿನಲ್ಲಿಯೇ. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറയുന്ന കാര്യം? ಎಷ್ಟು ಜನರಿಗೆ ಅರ್ಥವಾಯಿತು ನಾನು ಹೇಳಿದ್ದು? ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ಒಂದು ಶಬ್ದವಾಗಿ ಹಲ್ಲೆಲೂಯಾ ಹೇಳ್ತೀರಾ? നീ ഏത് വാക്കിൽ പരാജയപ്പെടുത്തുവാൻ നോക്കുന്നുവോ, നിന്ന ഏൽക്കുന്നുവോ, നീ ആ വാക്കിൽ തന്നെ പുറത്തു വരും. ನಿನ್ನನ್ನು ಯಾವ ಹೆಸರಿನಲ್ಲಿ ಸೋಲಿಸಲಿಕ್ಕೂ ಅಪಮಾನ ಪಡಿಸಲಿಕ್ಕೂ ನೋಡುತ್ತಾರೋ ಅದೇ ಮಾತಿನಲ್ಲಿ ನೀನು ಹೊರಗೆ ಬರುತ್ತೀಯ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ. മോശയുടെ ശുശ്രൂഷ തുടങ്ങുന്നത് വെള്ളത്തിനകത്താ. ಮೋಶೆಯ ಸೇವೆ ಪ್ರಾರಂಭಿಸುವುದೇ ನೀರಿನಲ್ಲಿ. ആമേൻ പറഞ്ഞേ. ಆಮೆನ್. ഇവിടെ ഫറവോനും മോശയും തമ്മിൽ കണ്ടുമുട്ടുന്നത് ಇಲ್ಲಿ ಫರೋಹನನು ಮತ್ತು ಮೋಶೆಯು ನೋಡುವಂತ ಸಂಧಿಸುವಂತ ಸ್ಥಳ ഫറവോന്റെ കൊട്ടാരത്തിലല്ല, ಫರೋಹನನ ಅರಮನೆಯಲ್ಲಿ ಅಲ್ಲ. ആമേൻ. അവിടെ വായിച്ച വാക്യം 7:15 എന്താ വായിച്ചത്? 7ನೇ ಅಧ್ಯಾಯದ 15ನೇ ವಾಕ್ಯ ಏನು ಓದಿದೀವಿ? ಬೆಳಗ್ಗೆ ಫರೋಹನ ಬಳಿಗೆ ಹೋಗು, ಅವನು ನದಿಗೆ ಹೋಗುತ್ತಾನಲ್ಲ. കണ്ടോ, നദീതീരത്ത് വെച്ച് ಅಲ್ಲಿ ನೋಡುವುದಾದ್ರೆ ನದಿಯ ಬಳಿಯಲ್ಲಿ മോശയും ഫറവോനും തമ്മിൽ കണ്ടുമുട്ടും. ಮೋಶೆ ಮತ್ತು ಫರೋಹನನ್ನು ಸಂಧಿಸ್ತಾರೆ. എല്ലാവരും പറഞ്ഞ നദീതീരത്ത് വെച്ച്. ಎಲ್ಲರೂ ಹೇಳಿ ನದಿಯ ಸಮೀಪದಲ್ಲಿ. ഈ നദി വെറും നദിയല്ല. ಈ ನದಿ ಸಾಮಾನ್ಯ ನದಿಯಲ್ಲ. നൈൽ നദി എന്ന് പറയുന്നത്, ನೈಲ್ ನದಿ ಅಂತ ಹೇಳುವುದಂದ್ರೆ, ഇത് പറയുമ്പോൾ നിങ്ങൾ ഈ ദൂതനെ കുറച്ച് ഗൗരവത്തോടെ എടുക്കണം. ಇದನ್ನು ಹೇಳುವಾಗ ನೀವು ಈ ಒಂದು ವಾಕ್ಯವನ್ನು ಸ್ವಲ್ಪ ಗಮನವಿಟ್ಟು ನೀವು ಕೇಳಿಸಿಕೊಳ್ಳಿ. നൈൽ നദി എന്ന് പറയുന്നത്, ನೈಲ್ ನದಿ ಅಂತ ಹೇಳುವುದು ഫറവോന്റെ ദൈവമാ. ಫರೋಹನನ ದೇವರಾಗಿದ್ದಾರೆ. എത്ര പേര് പിടികിട്ടി? ಎಷ್ಟು ಜನರಿಗೆ ಅರ್ಥ ಆಯ್ತು? ദൈവം മോശയോട് പറഞ്ഞു, ದೇವರು ಮೋಶೆಗೆ ಹೇಳ್ತಾ ಇದ್ದಾರೆ, നീ രാവിലെ നദീതീരത്ത് ചെല്ലണം.
ನೀನು ಬೆಳಗ್ಗೆ ನದಿಯ ದಡಕ್ಕೆ ಹೋಗಬೇಕು, ನದಿಯ നീ ತೀರಕ್ಕೆ ಹೋಗಬೇಕು. ചെന്ന് അവിടെ നിൽക്കുക മാത്രമല്ല, ನೀನಲ್ಲಿ ಹೋಗಿ ನಿಲ್ಲುವುದು ಮಾತ್ರ ಅಲ್ಲ, നിന്റെ കയ്യിൽ ഞാനൊരു വടി തന്നിട്ടുണ്ട്. ನಿನ್ನ ಕೈಯಲ್ಲಿ ನಾನೊಂದು ಕೋಲು ಕೊಟ್ಟಿದ್ದೇನೆ. നീ ആ വടിയെടുത്ത്, ನೀನು ಆ ಕೋಲನ್ನು ತೆಗೆದುಕೊಂಡು, അത് വെറും വടിയല്ല, സർപ്പമായ വടിയെടുത്ത്, ಅದು ಸಾಮಾನ್ಯ ಕೋಲಲ್ಲ, ಸರ್ಪವಾದ ಕೋಲನ್ನು നീ ತೆಗೆದುಕೊಂಡು ആ നൈൽ നദിയെ അടിക്കണം. ಆ ನೈಲ್ ನದಿಯನ್ನು ಹೊಡೆಯಬೇಕು. മോശ അടിച്ചത് വെറും ഒരു നദിയല്ല, ಮೋಶ ಹೊಡೆದದ್ದು ಬರೀ ಒಂದು ನದಿಯನ್ನಲ್ಲ, ഫറവോന്റെ ദൈവത്തെ അടിക്കുക. ಫರೋಹನ ದೇವರುಗಳನ್ನು ಹೊಡಿತಾ ಇದ್ದಾನೆ. ಸ್ವೀಕರಿಸಿಕೊಳ್ಳಿ. ഇന്ന് പകൽക്കാലം ഒരു അഭിഷേകം നിങ്ങളുടെ മേൽ കൈമാറുകയാ. ಓ, ಈ ಹಗಲತ್ತು ಒಂದು ಅಭಿಷೇಕ ನಿಮ್ಮ ಮೇಲೆ ಹಸ್ತಾಂತರವಾಗುತ್ತದೆ. യേശുവിന്റെ നാമത്തിൽ, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. ഇന്ന് പകൽക്കാലം ആത്മാവ് പ്രവചിച്ചു പറയുന്നു, ಈ ಹಗಲತ್ತು ಆತನ ಪ್ರವಾದನೆ ಹೇಳ್ತಾ ಇದ್ದಾನೆ. ഫറവോന്റെ ദൈവമെന്ന് പറയുന്ന ಫರೋಹನ ದೇವರೆಂದು ಹೇಳುವಂತ ആ നദിയെ മോശ അടിച്ചുവെങ്കിൽ, ಆ ನದಿಯನ್ನು ಮೋಶ ಹೊಡೆದದಾದರೆ, ഇന്ന് നീ ചിരതിനെ അടിക്കാൻ പോകുകയാ. ಇವತ್ತು ನೀನು ಕೆಳದನ್ನು ಹೊಡೆಯಲಿಕ್ಕೆ ಹೋಗ್ತಾ ಇದೀಯ. മന്ത്രവാദത്തെ അടിക്കാൻ പോകുകയാ. ಓ, ಚೆನ್ನಾಗಿರೋದನ್ನು ಹೊಡೆಯಲಿಕ್ಕೆ ആ ಹೋಗ್ತಾ ಇದೀಯ. വികാരത്തെ അടിക്ക. ಓ, ನಿನ್ನ ಗೋಲನ್ನು ಎತ್ತುಕೊಂಡು ಹೊಡೆ. ഓ ശബദനദനയ. എത്ര പേർക്ക് മനസ്സിലായി? കരമടിച്ച് ಎಷ್ಟು ಜನರಿಗೆ ಅರ್ಥ ಆಯ್ತು? ಚಪ್ಪಾಳೆ ತಟ್ಟಿದ್ದ. നിങ്ങൾ എങ്ങനെ പ്രതികരിക്കാമോ പ്രതികരിച്ചോ. ನಿಮಗೆ ಹೇಗೆ ಪ್ರತಿകരിಸಲಿಕ್ಕೆ ಆಗುತ್ತದೋ ಆ ರೀತಿ ಪ್ರತಿകരിಸಿಕೊಳ್ಳಿ. ഹരബ ശാധല ജലഭയ ഉദാമാന സമ്പന ഫറവോന്റെ ദൈവമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ಫರೋಹನ ದೇವರೆಂದು ಹೆಸರುವಾಸಿಯಾದ ആ നൈൽ നദിയെ ಆ ನೈಲ್ ನದಿಯನ್ನು മോശ അടിച്ചുവെങ്കിൽ, ಮೋಶ ಹೊಡೆದರೆ ദേശത്തിന്റെ ശക്തികളെ ದೇಶದ ಶಕ್ತಿಗಳನ್ನು സഭ ഒരുമിച്ച് അടിക്കുന്നു. ಸಭೆ ಒಟ್ಟಾಗಿ ಹೊಡಿತಾ ಇದೆ. യെസ്, കരങ്ങളെ തട്ടി തട്ടി സ്തോത്രം ചെയ്ത് ഇന്ന് പകൽക്കാലം ഒരു വിടുതൽ പരിശുദ്ധാത്മാവിനെ കൈമാറുകയാ. ಪವಿತ್ರಾತ್ಮನ ಹಸ್ತಾಂತರ ಮಾಡುತ್ತಾ ಇದ್ದಾರೆ. ಕೈಗಳನ್ನು ತಟ್ಟಿ ಆ ಬಿಡುಗಡೆಯನ್ನು ಸ್ವಾಧೀನ ಮಾಡಿಕೊಳ್ಳೋಣ. ಓ വരാജല ഇന്നൊരു പകൽ ചില അധികാരങ്ങൾ ചില അഭിഷിക്തന്മാരിലേക്ക് കൈമാറ്റം ചെയ്യുന്നത്. ಈ ಹಗಲತ್ತು ಕೆಲ ಅಧಿಕಾರಗಳನ್ನು ಕೆಲ ಅಭಿಷಿಕ್ತರಿಗೆ ಹಸ್ತಾಂತರವಾಗಲಿಕ್ಕೆ ಹೋಗ್ತಾ ಇದೆ. ദൈവാത്മാവനെ കാണിക്കുക. ದೇವರಾತ್ಮ ನನಗೆ ತೋರಿಸ್ತಾ ಇದ್ದಾರೆ. ആമേൻ. ಆಮೇನ್. ഈ നദിക്കെല്ലാം ഒരു ഇതിഹാസ ചരിത്രമുണ്ട്. ಈ ನದಿಗಳಿಗೆಲ್ಲ ಒಂದು ಇತಿಹಾಸದಲ್ಲಿ ಒಂದು ಚರಿತ್ರೆ ಇದೆ. എത്ര പേർക്ക് മനസ്സിലായി? ಎಷ್ಟು ಜನರಿಗೆ ಅರ್ಥವಾಯಿತು? ಪ್ರೈಸ್ ಲಾರ್ಡ್. ഇന്ന് ഇന്ത്യയിൽ പല നദികളുണ്ട്. ಇವತ್ತು ಭಾರತದಲ್ಲಿಯೂ ಅನೇಕ ನದಿಗಳಿದೆ. അതിൽ ശ്രേഷ്ഠകരമാകുന്നൊരു ചരിത്രം എന്ന് പറയുന്നത്, ಅದರಲ್ಲಿ ಶ್ರೇಷ್ಠವಾಗಿರೋ ಒಂದು ಚರಿತ್ರೆ ಅಂತ ಹೇಳುವುದು, മോശ ജനിച്ചപ്പോൾ, ಮೋಶ ಜನಿಸಿದಾಗ, മോശ ജനിക്കും മുന്നമേ മോശ ആരാകുമെന്നും മോശയുടെ ജനനത്തിന് മുന്നമേ മോശ ആരാകുമെന്നും എന്തായിത്തീരുമെന്നും മോശയെക്കുറിച്ചൊരു മാസ്റ്റർ പ്ലാൻ ദൈവം തയ്യാറാക്കി വെച്ചിരുന്നു. ಮೋಶ ಜನಿಸುವುದಕ್ಕಿಂತ ಮುಂಚೆ ಮೋಶ ಏನಾಗಬೇಕು, ಮೋಶ ಹೇಗಿರಬೇಕು ಎನ್ನುವಂತ ಒಂದು ಮಾಸ್ಟರ್ ಪ್ಲಾನ್ ಅನ್ನು ದೇವರು ಮಾಡಿ ಇಟ್ಟಿದ್ದರು. ഈ സഭയ്ക്കും ഒരു മാസ്റ്റർ പ്ലാൻ ദൈവം തയ്യാറാക്കി വെച്ചിരിക്കുന്നു. ಈ ಸಭೆಗೂ ಒಂದು ಮಾಸ್ಟರ್ ಪ್ಲಾನ್ ಅನ್ನು ದೇವರು ಕೊಡಲಿಕ್ಕಿದ್ದಾರೆ. ദൈവിക വാഗ്ദത്തങ്ങളുടെ ശൈശവത്തിൽ തന്നെ, ದೇವರ ವಾಗ್ದಾನದ ಒಂದು ಸಮಯದಲ್ಲಿಯೇ, മോശയുടെ ശൈശവ ദിശയിൽ തന്നെ, മോശയെക്കുറിച്ചുള്ള വാഗ്ദത്തത്തിന്റെ ശൈശവത്തിൽ തന്നെ ശത്രു പദ്ധതികൾ തയ്യാറാക്കിയെങ്കിൽ, ಮೋಶೆಯ ಚರಿತ್ರೆ ಕುರಿತಿರುವ ಅವನ ವಿಷಯದ ಮುಂಚಿತವಾಗಿ ಶತ್ರುಗಳು ಅದಕ್ಕೆ ವಿರುದ್ಧವಾಗಿ ಪ್ಲಾನ್ಗಳು ಮಾಡಿದರೆ, ഈ സഭയെക്കുറിച്ചുള്ള ദൈവിക വാഗ്ദത്തങ്ങളുടെ ശൈശവത്തിൽ തന്നെ പിശാച് അവന്റെ പദ്ധതികൾ തയ്യാറാക്കി കഴിഞ്ഞിരുന്നു. ಈ ಸಭೆಯ ವಾಗ್ದಾನಗಳನ್ನು ನೆರವೇರಿಸಲಿಕ್ಕೆ ಮುಂಚಿತವಾಗಿಯೇ ಶೈತಾನನು ಅದನ್ನು ತಡೆ ಮಾಡಲಿಕ್ಕೆ ಕೆಲ ಪ್ಲಾನ್ಗಳನ್ನು ಮಾಡಿಟ್ಟಿದ್ದರು. അവൻ ഇന്ന് അതിനെ ദൈവം പൊളിക്കുകയാ. ಆದರೆ ಇವತ್ತು ದೇವರು ಅದನ್ನು ನಿರ್ಮೂಲ ಮಾಡಲಿಕ್ಕೆ ಹೋಗ್ತಾ ಇದ್ದಾರೆ.
ഈ പകൽക്കാലം നിങ്ങൾ പറയണം, നിങ്ങൾ പ്രഖ്യാപിക്കണം, എൻ്റെ സഭയെക്കുറിച്ചും എന്നെക്കുറിച്ച് ആമേ സ്തോത്രം, ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ಈ ಹಗಲು ಹೇಳಬೇಕು ಮತ್ತು ಘೋಷಿಸಬೇಕು, ನನ್ನ ಬಗ್ಗೆಯೂ ನನ್ನ ಸಭೆಯ ಬಗ್ಗೆಯೂ ದೇವರಿಗೆ ಒಂದು ಉದ್ದೇಶವಿದೆ. എത്ര പേർക്ക് പറയാൻ കഴിയും? ಎಷ್ಟು ಜನರಿಗೆ ಹೇಳಲಿಕ್ಕಾಗುತ್ತೆ? ഉണ്ടോ? ಇದೆಯಾ? വിശുദ്ധന്മാരെ ഉണ്ടോ? ನಿಜವಾಗ್ಲೂ ಇದೆಯಾ? ದೇವರಿದೆಯಾ? ದೇವರಿಗೆ ನಿಮ್ಮ ಬಗ್ಗೆ ಉದ್ದೇಶವಿದೆಯಾ? പക്ഷെ അതിന് വിരുദ്ധമായുള്ള പിശാചിന്റെ ചില പദ്ധതികളുണ്ട്. ಅದಕ್ಕೆ ವಿರುದ್ಧವಾಗಿ ಸೈತಾನನಿಗೂ ಕೆಲ ಉದ್ದೇಶಗಳು, ಕೆಲ ಆಲೋಚನೆಗಳು ಇದೆ. അത് പരിശുദ്ധാത്മാവ് അതിനെ തകർക്കുന്ന പകൽക്കാലമാണ്. ಆದರೆ ಅದನ್ನು ಪವಿತ್ರಾತ್ಮನು ಇವತ್ತು ನಾಶ ಮಾಡುವಂತ ಸಮಯವಾಗಿದೆ. ദൂത പിടിച്ചെടുത്തോണം. ಆ ಒಂದೊಂದು ಪ್ರವಾದನೆ ಬರುವಾಗ ಅದನ್ನು ನೀವು ಹಿಡಿದು ಸ್ವೀಕರಿಸಿಕೊಳ್ಳಬೇಕು. സ്തോത്രം. ಹಲ್ಲೆಲೂಯಾ. ಆಮೆನ್ പറഞ്ഞാട്ടെ. ಆಮೆನ್ ಹೇಳ್ತೀರಾ? ರೂಜಾಬಾಲಾಬಾ ಶೈದರದನಸಿಯಾನ. ಬಾಲಾದಾರ. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെ പോലെ ആരുമില്ല, അങ്ങെ പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെ പോലെ ആരുമില്ല, അങ്ങെ പോലെ ആരുമില്ല, അങ്ങ് വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെ പോലെ ആരുമില്ല, അങ്ങെ പോലെ ആരുമില്ല. നീ ഉന്നത, ನಿನ್ನ ಹಾಗೆ ಯಾರುವಿಲ್ಲ, ನಿನ್ನ ಹಾಗೆ ಯಾರುವಿಲ್ಲ, ನಿನ್ನ ಹಾಗೆ ಯಾರುವಿಲ್ಲ. ನೀ ಉನ್ನತ, ನಿನ್ನ ಹಾಗೆ, ನಿನ್ನ ಹಾಗೆ ಯಾರುವಿಲ್ಲ, ನಿನ್ನ ಹಾಗೆ ಯಾರುವಿಲ್ಲ. So you are great, you are miracles so great, there is no one else like you, there is no one else like you. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെ പോലെ ആരുമില്ല, അങ്ങെ പോലെ ആരുമില്ല. ചില വ്യക്തികളെ ദൈവം ഇന്ന് സ്പെഷ്യലായിട്ട് തൊടും. ಕೆಲ ವ್ಯಕ್ತಿಗಳನ್ನು ಇವತ್ತು ವಿಶೇಷವಾಗಿ ದೇವರು ಮುಟ್ಲಿಕ್ಕೆ ಹೋಗ್ತಾ ಇದ್ದಾರೆ. അപ്പോ ഞാൻ ഈ ചില സ്ഥലങ്ങളുടെ അറ്റാക്കുകൾ ഇതിന് നടുവിൽ അടിച്ചു മാറും. ಈ ಕೆಲ ಸ್ಥಳಗಳಿಂದ ಬರುವಂತ ಹೋರಾಟಗಳು ಈ ಸಮಯದಲ್ಲಿ ಅದು ಲಯವಾಗಲಿಕ್ಕೆ ಹೋಗ್ತಾ ಇದೆ. കേസിന്റെ കുരുക്കുകൾ അഴിയാൻ പോവുകയാ. കേസിന്റെ കുരുക്കുകൾ, ಕೇಸಿನ ಎಲ್ಲ ರೀತಿಯಾದ ಗಂಟುಗಳು ಇವತ್ತು ಬಿಚ್ಚಲಿಕ್ಕೆ ಹೋಗ್ತಾ ಇದೆ.
അത് കോട്ട് സംബന്ധമായോ എന്തെങ്കിലും വസ്തു സംബന്ധമാകുന്ന ശാപക്കുരുക്കുകൾ ഈ പകൽക്കാലം അഴിഞ്ഞു മാറുന്ന പകൽക്കാലമാണ്. ಕೋರ್ಟ್ ಸಂಬಂಧವಾಗಿ ಅಲ್ಲ, ವಸ್ತು ಸಂಬಂಧವಾಗಿರುವಂತ ಶಾಪದ ಗಂಟುಗಳು ಈ ಹಗಲೊತ್ತು ಮುರಿಯುವಂತ ಸಮಯವಾಗಿದೆ. അത് നിന്റെ കുടുംബത്തിനകത്ത് മാത്രമല്ല, ನಿನ್ನ ಕುಟುಂಬದೊಳಗೆ ಮಾತ್ರವಲ್ಲ, നിന്റെ തലമുറയിലും അത് സംഭവിക്കാൻ പോകുന്നു. ನಿನ್ನ ತಲೆಮಾರುಗಳಲ್ಲಿ ಅದು ಪ್ರಕಟವಾಗಲಿಕ್ಕೆ ಹೋಗ್ತಾ ಇದೆ. Amen. തലമുറ വന്നിട്ടുണ്ടോ? Your name is the highest, your name is the greatest, your name. കർത്താവ് പറയുന്നു, ಕರ್ತನ ಹೇಳ್ತಾ ಇದ್ದಾರೆ, തലമുറമേൽ ഈ ഷിഫ്റ്റിംഗ് നടക്കും. ತಲೆಮಾರಿನ ಮೇಲೆ ಈ ಹಸ್ತಾಂತರ ಉಂಟಾಗುತ್ತದೆ. രാജ്യങ്ങൾ ദേശങ്ങൾ അത് വെളിപ്പെടും. ರಾಜ್ಯಗಳಲ್ಲಿ ದೇಶಗಳಲ್ಲಿ ಅದು ಪ್ರಕಟವಾಗುತ್ತದೆ. യൂറോപ്യൻ രാജ്യത്തേക്ക് ഒരു ഷിഫ്റ്റിംഗ് നടക്കും. ಯುರೋಪ್ ರಾಜ್ಯಕ್ಕೆ ಅದೊಂದು ಶಿಫ್ಟಿಂಗ್ ಆಗಿ ನಡೆಯುತ್ತದೆ. ദൈവത്തിന്റെ വലിയ മഹത്വം നിന്റെ ഭവനത്തിൽ വെളിപ്പെടാൻ പോകും. ದೇವರ ಒಂದು ದೊಡ್ಡ ಮಹಿಮೆ ನಿನ್ನ ಮನೆಯೊಳಗೆ ಪ್ರಕಟವಾಗಲಿಕ್ಕೆ ಹೋಗ್ತಾ ಇದೆ. അതുകൊണ്ട് ഒരു വിടുതലല്ല, കൂട്ടമാകുന്ന വിടുതൽ സംഭവിക്കും. ಅದು ಒಂದು ಮನೆಯಲ್ಲೆಲ್ಲ ಗುಂಪಾದ ಮನೆಗಳಲ್ಲಿ ಸಂಭವಿಸಲಿಕ್ಕೆ ಹೋಗ್ತಾ ಇದೆ. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? ಎಷ್ಟು ಜನರಿಗೆ ಆಮೇಲೆ ಹೇಳಲಿಕ್ಕಾಗುತ್ತದೆ? എല്ലാവരും ഇതിനകത്ത് പ്രാപിപ്പാൻ ഒരുങ്ങിയിരുന്നോണം. ಇಲ್ಲಿ ಕೂತಿರೋರು ಪ್ರತಿಯೊಬ್ಬರು ಹೊಂದಿಕೊಳ್ಳಿಕ್ಕೆ ಕೂತಿದ್ದೀರಾ? ആമേൻ പറഞ്ഞാട്ടെ. ಆಮೇಲೆ ಹೇಳ್ತೀರಾ? ആമേൻ. ഈ ദൂത് ദൈവദാസന്മാർക്കുള്ള ദൂതാണ്. ಇದು ದೇವ ಸೇವಕರಿಗಿರುವ ಒಂದು, അപ്പോൾ തന്നെ ദൈവവിശ്വാസികൾക്ക് ഈ ദൂത് ബാധകമായി തീരും. ದೇವ ಸೇವಕರಿಗಿರುವ ಒಂದು ಪ್ರವಾದನೆಯಾಗಿದೆ. ಅದೇ ರೀತಿಯಾಗಿ ದೇವರ ವಿಶ್ವಾಸಿಗಳಿಗೆ ಇದು ಸಂಬಂಧಪಟ್ಟದಾಗಿರುತ್ತದೆ. മോശ ജനിക്ക് മുന്നമേ മോശയെക്കുറിച്ച് ഭയങ്കര ഒരു പദ്ധതി ദൈവത്തിനുള്ളപ്പോൾ തന്നെ പിശാചിനുമുണ്ടായിരുന്നു. ಮೋಶೆ ಜನಿಸುವುದಕ್ಕಿಂತ ಮುಂಚೆ ಮೋಶೆ ಬಗ್ಗೆ ದೇವರಿಗೆ ಒಂದು ದೊಡ್ಡ ಉದ್ದೇಶವಿದ್ದರೆ ಸೈತಾನಿಗೂ ಕೂಡ ಅದೇ ರೀತಿಯಾದ ಉದ್ದೇಶವಿತ್ತು. മോശ ജനിച്ചപ്പോൾ ഫറവോൻ പറഞ്ഞു, ഈ നാട്ടിൽ ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെല്ലാം ഈ നൈൽ നദിയിൽ എറിഞ്ഞു കൊന്നു കളയണം. ಈ ಮೋಶೆ ಜನಿಸುವಾಗ ಫರೋಹನ್ ಬಂದು ಹೇಳ್ತಾ ಇದ್ದಾರೆ, ಈ ಊರಲ್ಲಿ ಜನಿಸುವಂತ ಎಲ್ಲಾ ಗಂಡು ಮಕ್ಕಳನ್ನು ಈ ನೈಲ್ ನದಿಯಲ್ಲಿ ತೆಗೆದುಕೊಂಡು ಬಂದು ಬೀಸಾಕಬೇಕು. അപ്പോഴാ മോശ ജനിക്കുന്നത്. ಆವಾಗ ಮೋಶೆ ಜನಿಸುವುದು. ആ മോശ ജനിച്ചപ്പോൾ ಆ ಮೋಶೆ ಜನಿಸುವಾಗ ആ ഫറവോൻ ഈ പദ്ധതി തയ്യാറാക്കിയപ്പോൾ നൈൽ നദിയുടെ തീരത്ത് ഞാങ്ങണത്തയുടെ ഇടയിൽ കൊണ്ട് മോശ കുഞ്ഞിനെ അത് പെട്ടകം ഉണ്ടാക്കാൻ വേണ്ടി തൈ എടുത്ത് അതിനെ പെട്ടകത്തിലെടുത്ത് ഒളിപ്പിച്ചു വെച്ചു. ಈ ಸಂದರ್ಭದಲ್ಲಿ ಮೋಶೆ ಜನಿಸುವಾಗ ಅವನನ್ನು ಒಂದು ಪೆಟ್ಟಿಗೆಯನ್ನು ಮಾಡಿಕೊಂಡು ಆ ಪೆಟ್ಟಿಗೆ ಮುಖಾಂತರವಾಗಿ ಮೋಶೆಯನ್ನು ಸಂರಕ್ಷಿಸಿದರು. ഞാൻ ഈ പെട്ടകത്തെ കുറിച്ച് മോശയെ കുറിച്ച് പറയും മുന്നമേ ഈ ഞാങ്ങണത്തയ്യെ കുറിച്ച് ഞാൻ പറയും. ಈ ಒಂದು ಪೆಟ್ಟಿಗೆಯ ಕುರಿತು ಮೋಶೆ ಕುರಿತು ಹೇಳುವುದಕ್ಕಿಂತ ಮುಂಚಿತವಾಗಿ ಅದನ್ನು ಮಾಡಿದ ವಸ್ತುವಿನ ಬಗ್ಗೆ ಹೇಳಲಿಕ್ಕೆ ಇಷ್ಟಪಡುತ್ತೇನೆ. ആമേൻ പറ. ಹಲ್ಲೆಲೂಯ. ഈ തൈരെല്ലാം കൂടെ ഒന്നിച്ച് കൂടി നിൽക്കുക, ഒരുമിച്ച് നിൽക്കുക. ಈ ಎಲ್ಲರೂ ಒಂದೇ ಕೂಡಿ ನಿಂತಿದೆ. പെട്ടകം ഉണ്ടാക്കാൻ വേണ്ടി ഒരു തൈ പറിച്ചെടുത്തപ്പോൾ ಅದು ಪೆಟ್ಟಿಗೆ ಮಾಡ್ಲಿಕ್ಕೋಸ್ಕರ ಒಂದು ಗಿಡವನ್ನು ಕಿತ್ತಾಗ അതിന്റെ കൂടെ നിൽക്കുന്ന തൈ പറഞ്ഞു കാണും. ಅದರ ಜೊತೆಯಲ್ಲಿದ್ದಂತ ಗಿಡ ಕೂಡ ಆ ಒಂದು ಗಿಡ ಕೂಡ ಬಂದಿರುತ್ತದೆ. അതെ, ഞങ്ങളുടെ കൂടെ ഇത്ര നേരം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ಅದಿಷ್ಟು ಸಮಯ ನನ್ನ ಜೊತೆಯಲ್ಲಿತ್ತು, ഇപ്പൊ ഞങ്ങളെ വിട്ടു പോകുകയാ. ಇದು ನನ್ನನ್ನು ಬಿಟ್ಟು ಹೋಗ್ತಾ ಇದೆ. ആ തൈ ഒന്നിനെ പറിച്ചെടുത്തപ്പോൾ ಆ ಒಂದು ಗಿಡವನ್ನು ಕಿತ್ತಾಗ കൂടെ നിൽക്കുന്ന തൈകൾ വിളിച്ചു പറയുന്നു, ಜೊತೆಯಲ್ಲಿದ್ದ ಗಿಡಗಳು ಕೂಗಿ ಹೇಳ್ತಾ ಇದೆ, ഇതുവരെ ഞങ്ങളുടെ കൂടെ നിന്നിരുന്നു, ಇದುವರೆಗೂ ನನ್ನ ಜೊತೆಯಲ್ಲಿದ್ದೆ, ഇപ്പൊ ഞങ്ങളെ വിട്ടു പോകുകയാ. ಈಗ ನನ್ನನ್ನು ಬಿಟ್ಟು ಹೋಗುತ್ತಾ ಇದೀಯಾ? ആ തൈകൾ വീണ്ടും പറഞ്ഞു കാണും,
ಗಿಡಗಳು ಮತ್ತೆ ಹೇಳ್ತಾ ಇರುತ್ತೆ, എവിടെ പോയാലും ഇവിടെ തന്നെ വരും. ನೀನು ಎಲ್ಲೇ ಹೋದ್ರೂ ಇಲ್ಲೇ ಬರ್ಬೇಕು ಮತ್ತೆ. ಆಮೇನ್ 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 ಆಮೇನ್. ಓ ರಬಲಾದರ ಶಮೆ ಕಲ್ಲರಬಲ ആ തൈ പറിച്ചെടുത്തുകൊണ്ട് പോയി അതിനെ ചെത്തി മിനുസപ്പെടുത്തി അതിനെ കീലും പശയും അതിനെ വൃത്തിയാക്കി മുള്ളുകളൊക്കെ മാറ്റി ഒരു നല്ല പെട്ടകമുണ്ടാക്കി മോശക്കുതിനെ അതിനകത്ത് കിടത്തി ആ തൈകൾ പറഞ്ഞതുപോലെ അവിടെ തന്നെ കൊണ്ടുവച്ചു. ಆ ಗಿಡವನ್ನು ಕಿತ್ತುಕೊಂಡು ಅದನ್ನು ಸರಿ ಮಾಡಿ ಅದೊಂದು ಹಗ್ಗ ತರ ಮಾಡಿ ಅದರಲ್ಲಿರುವ ಮುಳ್ಳುಗಳೆಲ್ಲ ತೆಗೆದು ಅದನ್ನೊಂದು ಪೆಟ್ಟಿಗೆಯಾಗಿ ಮಾಡಿ ಅದರಲ್ಲಿ ಮೋಶೆಯನ್ನು ಮಲಗಿಸಿದ ಮೇಲೆ ಆ ಗಿಡಗಳು ಮತ್ತೊಂದು ಬೇರೆ ಗಿಡಗಳು ಹೇಳಿದ ಹಾಗೆ ಈ ಪೆಟ್ಟಿಗೆ ಮತ್ತೆ ಅದರ ಮಧ್ಯದಲ್ಲೇ ಬಂದು ಸೇರಲ್ಪಟ್ಟಿತು. അപ്പൊ പഴയ തൈകൾ പറഞ്ഞു കണ്ടുകൊണ്ടോ ഞങ്ങൾ അന്നേ പറഞ്ഞില്ല ഇവിടെ തന്നെ വരുമെന്ന്. ഇപ്പൊ ವന്നിಲ್ಲ. ಆಗ ಹಳೆಯ ಗಿಡಗಳು ಹೇಳ್ತಾ ಇದೆ, ನೋಡ್ದಾ ನಾನು ಹೇಳಿಲ್ವಾ ನೀನ್ ಇಲ್ಲೇ ಬರ್ತೀಯ ಅಂತ ಹೇಳಿಲ್ವಾ, ನೋಡಿ ಈಗ ನೀನ್ ಇಲ್ಲೇ ಬಂದು ಸೇರಿದೀಯಾ. നിങ്ങൾ പുസ്തകത്തിൽ നോക്കിയാൽ നിങ്ങൾ കാണത്തില്ല ഞാൻ എൻ്റെ ഭാവനയെ പറയേ. ನೀವು ಪುಸ್ತಕಗಳನ್ನು ನೋಡಿದರೆ ಅದು ನಿಮಗೆ ಕಾಣಿಸಲ್ಲ, ನಾನು ನನ್ನ ಭಾವನೆಯಲ್ಲಿ ಹೇಳ್ತಾ ಇದ್ದೇನೆ. ഈ പെട്ടകം പറഞ്ഞു കാണും, ಈ ಪೆಟ್ಟಿಗೆ ಹೇಳಿರುತ್ತೆ, നിങ്ങൾ പറഞ്ഞ കാര്യം ശരിയാണ്, ನೀವು ಹೇಳಿದ್ದು ಸರಿನೇ, ഞാൻ ഇവിടെ തന്നെ വന്നു, ನಾನು ಇಲ್ಲೇ ಬಂದೆ. പക്ഷേ നിങ്ങളെ പോലെ പഴയ തൈയല്ല ഞാൻ. ನಿಮ್ಮ ಹಾಗೆ ಹಳೆಯ ಒಂದು ಗಿಡವಲ್ಲ ನಾನು. ആണോ? ಆಮೆನ್. ಹೌದಾ? ഞാൻ രൂപമാറ്റം സംഭവിച്ചു, ನಾನು ರೂಪಾಂತರಗೊಂಡಿದ್ದೇನೆ. എന്നെ കൊണ്ടുപോയി വെടിപ്പാക്കി ശുദ്ധീകരിച്ചു, ನನ್ನನ್ನು ತೆಗೆದುಕೊಂಡು ಹೋಗಿ ಆ ಬೆಳ್ಳಗೆ ಮಾಡಿ ಶುದ್ಧೀಕರಿಸಿದ್ದಾರೆ. ഞാൻ ഇപ്പോൾ ഒരു പെട്ടകമായി മാറി, ನಾನೀಗ ಒಂದು ಪೆಟ್ಟಿಗೆಯಾಗಿ ಮಾರ್ಪಟ್ಟಿದ್ದೇನೆ. എന്റെ അകത്തൊരു ജീവന്റെ തുടുപ്പ് കിടക്കുകയാ. ನನ್ನ ಒಳಗೆ ಒಂದು ಜೀವನ ಮಗು ಇದೆ. ദൈവം നിങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തും. ದೇವರು ನಿಮ್ಮ ಪರಿಸ್ಥಿತಿಯನ್ನು ಬದಲಾಯಿಸ್ತಾರೆ. ചർച്ചിന്റെ മുഖച്ഛായ മാറും, ಚರ್ಚಿನ ಮುಖಭಾವವನ್ನು ಬದಲಾಗುತ್ತದೆ. ദേശത്തിന്റെ സ്ഥിതി മാറാൻ പോകുകയാ. ದೇಶದ ಪರಿಸ್ಥಿತಿ ಬದಲಾಗುತ್ತದೆ. സഭയുടെ മുഖച്ഛായ മാറും. ಸಭೆಯ ಹೊರಗಿನ ಸ್ಟ್ರಕ್ಚರ್ ഞാൻ എന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റും. ನಾನು ನನ್ನ ಜನರ ಸ್ಥಿತಿಯನ್ನು ಬದಲಾಯಿಸುತ್ತೇನೆ. പട്ടണത്തിന്റെ മുഖച്ഛായ മാറും. ಪಟ್ಟಣದ ಮುಖಭಾವಗಳು ಬದಲಾಗುತ್ತದೆ. ആലയത്തിന്റെ മുഖച്ഛായ മാറും. ಆಲಯದ ಸ್ಟ್ರಕ್ಚರ್ ಬದಲಾಗುತ್ತದೆ. നിങ്ങളുടെ അഭിഷിക്തന്മാരെ, നിങ്ങളുടെ മിനിസ്ട്രിയുടെ ലെവല് മാറാൻ പോകുകയാണ്. ಅಭಿಷಿಕ್ತರೇ, ನಿಮ್ಮ ಸೇವೆಯ ಲೆವೆಲ್ ಅನ್ನು ಬದಲಾಗಲಿಕ್ಕೆ ಹೋಗ್ತಾ ಇದೆ. നിങ്ങൾ ഇന്നലെ വരെ സാധാരണമായി പ്രസംഗിച്ചുവെങ്കിൽ, ನೀವು ನಿನ್ನೆವರೆಗೂ ಸಾಧಾರಣವಾಗಿ ಪ್ರಸಂಗ ಮಾಡಿದರೂ ಕೂಡ നിങ്ങളുടെ പ്രസംഗത്തിന്റെ ശൈലി മാറാൻ പോകുകയാണ്. ನಿಮ್ಮ ಪ್ರಸಂಗದ ರೀತಿ ಬದಲಾಗುತ್ತಾ ಇದೆ. നിങ്ങളുടെ വെളിപ്പാടിന്റെ ശൈലി മാറാൻ പോകുകയാണ്. ನಿಮ್ಮ ಪ್ರಕಟಣೆಯ ಪರಿಸ್ಥಿತಿ ಬದಲಾಗುತ್ತಾ ಇದೆ. മുഖച്ഛായ മാറാൻ പോകുകയാണ്. ಮುಖಭಾವಗಳು ಬದಲಾಗುತ್ತಾ ಇದೆ. ಮೋಶೆ ആ പെട്ടകത്തിനകത്ത് കിടത്തി ಆ ಪೆಟ್ಟಿಗೆ ಒಳಗೆ ಮಲಗಿಸಿದರು. ಆಮೆನ್. 3 മാസം ഒളിപ്പിച്ചു വെച്ചു. 3 ತಿಂಗಳು ಅವನನ್ನು ಅಡಗಿಸಿಟ್ರು. അടുത്തത് കേട്ടോ, ಮತ್ತೆ ಇರುವಂತ ಒಂದು ಪ್ರಕಟಣೆ ಕೂಡ 3 മാസമേ ഒളിപ്പിച്ചു വെക്കുവാൻ പിശാചിന് കഴിഞ്ഞുള്ളൂ. 3 ತಿಂಗಳು ಮಾತ್ರವೇ ಸೈತಾನನಿಗೆ ಅಡಗಿಸಿಡಲಿಕ್ಕೆ ಬಚ್ಚಿಡಲಿಕ್ಕೆ ಆಗಿತ್ತು. പുറത്ത് വരേണ്ടവൻ പുറത്തു വരും, ಹೊರಗೆ ಬರಬೇಕಾದವನು ಹೊರಗೆ ಬಂದೇ ಬರುತ್ತಾನೆ. ഇന്നല്ലെങ്കിൽ നാളെ നീ പുറത്തു വരും. ಇವತ್ತಲ್ಲ ನಾಳೆ ಹೊರಗೆ ಬಂದೇ ಬರುತ್ತೀಯ. ദൈവാത്മാവനോട് പറയുന്നു, ದೇವರಾತ್ಮನು ಹೇಳ್ತಾ ಇದ್ದಾರೆ, ഈ ആലയത്തിന്റെ ഷേപ്പ് ദൈവം മാറ്റും. ಈ ಆಲಯದ ಶೇಪ್ ಅನ್ನು ದೇವರು ಬದಲಾಯಿಸ್ತಾರೆ. പരിശുദ്ധാത്മാവിന്റെ സമയമാണ്. ಪವಿತ್ರಾತ್ಮನ ಸಮಯವಾಗಿದೆ.
എനിക്ക് തോന്നുന്നു ഈ ദൂത് പോലും പൂർത്തീകരിക്കാൻ സമയം കിട്ടത്തില്ലെന്ന് തോന്നുന്നു. ನನಗೆ ನೆನೆಸ್ತಾ ಇದೆ ಈ ಪ್ರವಾದನೆಗಳನ್ನೇ ಪೂರ್ತಿಗೊಳಿಸ್ಲಿಕ್ಕೆ ಆಗಲ್ಲ ಅಂತ ಹೇಳಿ. ഞാൻ കടന്നു വരട്ടെ. ನಾನು ಮತ್ತೆ ಬರುವುದಾದರೆ ആ സമയത്താണ് പറവോന്റെ കൊട്ടാരത്തിൽ നിന്നും രാജ്ഞി പറവോന്റെ പുത്രി ആ നദിയിൽ കുളിക്കാൻ വരികയാണ്. ಆ ಮೋಶೆಯನ್ನು ಹಾಕಿದ ಪೆಟ್ಟಿಗೆ ಬರುವಾಗಲೇ ಫರೋಹನನ ಅರಮನೆಯಿಂದ ಅಲ್ಲಿರುವ ರಾಣಿ ಸ್ನಾನ ಮಾಡಲಿಕ್ಕೆ ನೈಲ್ ನದಿಗೆ ಬರ್ತಾ ಇದ್ದಾಳೆ. പറവോന് നാണക്കേട് വേറെ ഒന്നുമില്ല. ಫರೋಹನನಿಗೆ ಯಾವ ಒಂದು ಅವಮಾನ ಬೇರೆ ಏನು ಇಲ್ಲ. കാരണം കൊട്ടാരത്തിൽ കുളിക്കേണ്ട സ്വിമ്മിംഗ് പൂൾ സഹിതമുണ്ട്. ಯಾಕೆಂದರೆ ಅರಮನೆಯಲ್ಲಿ ಸ್ನಾನ ಮಾಡಲಿಕ್ಕೆ ಬೇಕಾದ ಸ್ವಿಮ್ಮಿಂಗ್ ಪೂಲ್ ಕೂಡ ಇದೆ. ആ സ്വിമ്മിംഗ് പൂൾ എല്ലാം കളഞ്ഞിട്ടാണ് ഈ കലക്ക വെള്ളത്തിൽ നദിയിൽ കുളിക്കാൻ വരുന്നത്. ಈ ಸ್ವಿಮ್ಮಿಂಗ್ ಪೂಲ್ ಎಲ್ಲ ಬಿಟ್ಟೆ ಈ ಕೆಸರಿರುವ ನೀರಲ್ಲಿ ಸ್ನಾನ ಮಾಡಲಿಕ್ಕೆ ಬರ್ತಾ ಇರೋದು. ആമേൻ. ಆಮೇನ್. പറവോന് നാണക്കേട് വേറെ വല്ലതും ഉണ്ടോ? ಫರೋಹನಿಗೆ ಅವಮಾನ ಬೇರೆ ಏನಾದ್ರೂ ಇದೆಯಾ? പറവോന്റെ പുത്രിയായ രാജ്ഞിയെ ഇവിടെ നയതിൽ കൊണ്ടുവരുന്നത് ദൈവത്തിന്റെ നീതിയാ. ಆದರೆ ಫರೋಹನನ ಕುಮಾರ್ತಿಯಾದ ರಾಣಿಯನ್ನು ಈ ನೈಲ್ ನದಿಗೆ ಕರೆದುಕೊಂಡು ಬರುವುದು ದೇವರ ನೀತಿಯಾಗಿದೆ. കാരണം കഴിഞ്ഞ തലേ ദിവസം വരെ ഈ കൊട്ടാരത്തിൽ നിന്നാണ് ഫറവോൻ ഒരു ഓർഡർ പുറപ്പെടുവിച്ചത്. ಯಾಕೆಂದ್ರೆ ಕಳೆದ ದಿವಸಗಳಿಂದಲೇ ಫರೋಹನನು ತನ್ನ ಅರಮನೆಯಿಂದ ಒಂದು ಆರ್ಡರ್ ಅನ್ನು ಹಾಕಿದನು. ಆಮೆನ್. ಆಮೆನ್. ആ നദിയിൽ ആൺകുഞ്ഞുങ്ങളെ എറിഞ്ഞു കൊന്നു കളയണം. ಆ ನದಿಗೆ ಗಂಡು ಮಕ್ಕಳನ್ನು ಎಸೆದು ಸಾಯಿಸಬೇಕು. ഈ പുത്രി ഇവിടെ കുളിക്കാൻ വന്നത് ദൈവത്തിന്റെ നീതിയാ. ಆದ್ದರಿಂದ ಆ ಮಗಳು ಆ ಫರೋಹನನ ಮಗಳು ಅಲ್ಲಿ ಸ್ನಾನ ಮಾಡಲಿಕ್ಕೆ ಬಂದದ್ದು ದೇವರ ಒಂದು ನೀತಿ. നിനക്ക് എവിടെ നിന്ന് പ്രതികൂലത്തിന്റെ നിയമങ്ങൾ പാസാക്കുന്നുവോ, ನಿನಗೆ ಎಲ್ಲಿಂದ ನಿನಗೆ ವಿರುದ್ಧವಾದ ನಿಯಮಗಳನ್ನು ಕಲ್ಪಿಸುತ್ತಾರೋ നിന്നെ പരിശുദ്ധാത്മാവിടെ ഉറപ്പിക്കും. ನಿನ್ನನ್ನು ಪವಿತ್ರಾತ್ಮನಲ್ಲಿ ಸ್ಥಾಪಿಸುತ್ತಾರೆ. എത്ര പേര് ആമേൻ പറ? ಎಷ್ಟು ಜನ ಆಮೆನ್ ಹೇಳ್ತೀರಾ? ചില കുടുംബങ്ങൾക്ക് നേരെ, ಕೆಲ ಕುಟುಂಬಗಳಿಗೆ ವಿರುದ್ಧವಾಗಿ, വ്യക്തികൾക്ക് നേരെ, ಕೆಲ ವ್ಯಕ್ತಿಗಳಿಗೆ ಎದುರಾಗಿ, സഭയ്ക്ക് നേരെ ಸಭೆಗೆ ಎದುರಾಗಿ ചില നിയമ സംവിധാനങ്ങൾ ಕೆಲ ನಿಯಮಗಳು ഫറവോന്റെ കൊട്ടാരത്തിൽ പുറപ്പെടുമ്പോൾ ಫರೋಹನನ ಅರಮನೆಯಿಂದ ಹೊರಡುವಾಗ നീ ക്ഷീണിച്ച് മടുത്തു പോകരുത്. ನೀನು ಸುಸ್ತಾಗಿ ಕೂತುಕೊಳ್ಳಬಾರದು. നിന്നെ അവിടെ ഉറപ്പിക്കും. ನಿನ್ನನ್ನು ಸ್ಥಾಪಿಸುತ್ತಾರೆ. ಶಬಲದರವಲದರವ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. പ്രൈസ് ദി ലോർഡ്. ഫറവോന്റെ പുത്രി വന്നപ്പോൾ നൈൽ നദിയുടെ അരികിൽ ഒരു പെട്ടകം വിരിക്കുക. ಫರೋಹನನ ಕುಮಾರ್ತಿ ಬಂದಾಗ ನೈಲ್ ನದಿಯ ಒಂದು ಭಾಗದಲ್ಲಿ ಒಂದು ಪೆಟ್ಟಿಗೆ ಇದೆ. ഈ സഹോദരി വന്ന് ഈ പെട്ടകം തുറന്നു നോക്കി. ಆ ಸಹೋದರಿ ಹೋಗಿ ಆ ಪೆಟ್ಟಿಗೆಯನ್ನು ತೆಗೆದು ನೋಡ್ತಾ ಇದ್ದಾರೆ. ഞാനിങ്ങനെ ഭാവനെ കാണുകയാണ്. ഈ ഫറവോന്റെ പുത്രി രാജ്ഞിയെ കണ്ടപ്പോൾ മോശക്കുഞ്ഞൊന്ന് തിരിച്ചു കാണിച്ചു. ನಾನೀಗ ಭಾವನೆಯಲ್ಲಿ ನೋಡ್ತಾ ಇದ್ದೇನೆ. ಫರೋಹನನ ಕುಮಾರ್ತಿಯಾದ ಆ ರಾಣಿಯನ್ನು ನೋಡುವಾಗ ಮಗುವಾಗಿರೋ ಮೋಶೆ ಒಂದು ಸಾರಿ ನಗದೇ ಇರಬಹುದು. ഇന്ന് വരെ അവൾ കാണാത്ത സൗന്ദര്യമുള്ള ഒരു കുഞ്ഞ്, ಇವತ್ತುವರೆಗೆ ನೋಡದಂತ ಸೌಂದರ್ಯವಿರುವಂತ ಒಂದು ಮಗು. മോശക്കുഞ്ഞിന്റെ മുഖത്ത് നിന്നും ഫറവോന്റെ പുത്രിയുടെ മുഖത്തേക്ക് ഇങ്ങനെ ദൈവ സാന്നിധ്യം അടിക്കാൻ തുടങ്ങി. ಮೋಶೆ ಎಂಬ ಮಗುವಿನ ಮುಖದಿಂದ ಫರೋಹನನ ಕುಮಾರ್ತಿಯ ಮುಖಕ್ಕೆ ಒಂದು ದೇವರ ಸಾನ್ನಿಧ್ಯ ಪ್ರಕಟವಾಗಲಿಕ್ಕೆ ಪ್ರಾರಂಭಿಸಿತು. മോശ തിരിച്ചു കാണിച്ചു, ഫറവോന്റെ പുത്രി തിരിച്ചു കാണിച്ചു. ಮೋಶೆ ನಗದು ತೋರಿಸಿದ್ದು, ಫರೋಹನನ ಕುಮಾರ್ತಿ ಕೂಡ ನಗದು ತೋರಿಸಿತು. ഇവളെടുത്ത് തോളിലിട്ട് 2 തട്ട് തട്ടി നേരെ കൊണ്ടുപോയി ഫറവോന്റെ കൊട്ടാരത്തിലേക്ക്. ಫರೋಹನನ ಕುಮಾರತಿ ಅದನ್ನು ಎತ್ತಿಕೊಂಡು ತೋಳಲ್ಲಿ ಹಾಕಿ 2 ತಟ್ಟನ್ನು ಕೊಟ್ಟು 2 ತೆಗೆದುಕೊಂಡು ಅರಮನೆಗೆ ಎತ್ತಿಕೊಂಡು ಹೋಗ್ತಾ ಇದ್ದಾರೆ. രാമൻ പറഞ്ഞു ಆಮೇಲೆ ಹೇಳ್ತೀರಾ? കാര്യം ഈ തലേ ദിവസം വരെ ഈ കൊട്ടാരത്തിൽ നിന്നാണ് ഒരു പ്രതികൂലത്തിന്റെ ഓർഡർ ഫറവോൻ പുറപ്പെടുവിച്ചത്. ಯಾಕೆಂದರೆ ಕಳೆದ ದಿವಸಗಳೆಲ್ಲ ಇದೇ ಅರಮನೆಯಿಂದಲೇ ಸಾಯಿಸಬೇಕೆನ್ನುವ ಒಂದು ಆಜ್ಞಾವಿಧಿಯನ್ನು ಹೊರಡಿಸಿದ್ದು. അവിടെ തന്നെ മോശയെ കൊണ്ടുപോയി ദൈവത്തിന്റെ നീതിയാ. ಅಲ್ಲಿಯೇ ಮೋಶೆಯನ್ನು ಕರೆದುಕೊಂಡು ಹೋಗಿದ್ದ ದೇವರ ನೀತಿ. എന്നാൽ ഫറവോൻ രാജാവ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നപ്പോൾ ഡൈനിങ് ടേബിളിന്റെ മൂലയ്ക്ക് ഇതാണൊരു മുട്ടത്തല. ಫರೋಹನ ರಾಜನು ಬೆಳಗ್ಗೆ ಬ್ರೇಕ್ಫಾಸ್ಟ್ ತಿನ್ಲಿಕ್ಕೆ ಬಂದಾಗ ಡೈನಿಂಗ್ ಟೇಬಲ್ನ ಮೂಲೆಯಲ್ಲಿ ಒಂದು ಬೋಡಿಯಾಗಿರೋ ತಲೆ ಕಾಣಿಸ್ತಾ ಇದೆ. ഫറവോനെ ഇഷ്ടപ്പെട്ടു. ಫರೋಹನಿಗೂ ಇಷ್ಟ ಆಯ್ತು. ഫറവോൻ അവനെടുത്തു. ಫರೋಹನ ಅವನನ್ನು ಎತ್ತಿಕೊಳ್ತಾ ಇದ್ದಾನೆ. അവനെ ചെറുക്കൻ വിളിക്കുക ഡാഡി. ಫರೋಹನ ಎತ್ತಿಕೊಂಡಿದ ತಕ್ಷಣ ಈ ಮಗು ಕರಿತಾ ಇದ್ದಾರೆ ಡ್ಯಾಡಿ ಅಂತ.
കുന്തം കണ്ടപ്പോൾ മോശ ചോദിച്ചു, ഡാഡി അതെന്താ ഡാഡി? ಆ ಒಂದು ಬೆಟ್ಟವನ್ನು ನೋಡಿದಾಗ ಮೋಶೆ ಕೇಳಿದ, ಡ್ಯಾಡಿ ಅದೇನು? ആമേൻ. ಆಮೇ കുതിരയെ കണ്ടപ്പോൾ ചോദിക്കും, ഡാഡി അതെന്താ ഡാഡി? പറവൻ പറഞ്ഞത് യുദ്ധത്തിന് പോകുന്ന വാഹനമാ. ಕುದುರೆಯನ್ನು ನೋಡಿ ಮೋಶೆ ಕೇಳುವಾಗ, ಓ ಫರೋಹನ್ ಹೇಳ್ತಾ ಇದ್ದಾನೆ, ಇದು ಯುದ್ಧಕ್ಕೆ ಹೋಗುವಂತ ವಾಹನ. ചുരുക്കി പറഞ്ഞ 40 വർഷം കൊണ്ട് സകല അടവും മോശ കൊട്ടാരത്തിൽ നിന്ന് പഠിച്ചു. ಕಡಿಮೆಯಾಗಿ ಹೇಳುವುದಾದರೆ 40 ವರ್ಷದೊಳಗಾಗಿ ಮೋಶೆ ಸಕಲ ವಿಧವಾದ ಸರ್ವಜ್ಞಾನವನ್ನು ಈ ಅರಮನೆಯಲ್ಲಿ ಕಲಿತುಕೊಂಡನು. ಹಲ್ಲೆಲೂಯಾ. നമ്മുടെ ദൈവം ആരാ? ನಮ್ಮ ದೇವರು ಯಾರಾಗಿದ್ದಾರೆ? സ്വന്തം അമ്മ പോലും പാല് കൊടുക്ക മോശയെ പാല് കുട്ടി വളർത്താൻ വേണ്ടി ശമ്പളത്തിന് നിർത്തിയ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ മോശയുടെ അമ്മ മാത്രമേ ഉള്ളൂ. ಸ್ವಂತ ತಾಯಿಯನ್ನೇ ಮಗುಗೆ ಹಾಲು ಕುಡಿಸಲಿಕ್ಕೋಸ್ಕರ ಸಂಬಳ ಕೊಟ್ಟು ನಿಲ್ಲಿಸಲಿಕ್ಕೆ ಇದ್ದಂತ ಸ್ತ್ರೀ ಯಾರೆಂದ್ರೆ ಮೋಶೆ ತಾಯಿ ಮಾತ್ರವೇ. ആമേൻ പറഞ്ഞേ. ಆಮೇನ್. ദൈവത്തിന്റെ വിശ്വസ്തത വലുതാ. ದೇವರ ನಂಬಿಗಸ್ತಿಕೆ ತುಂಬಾ ದೊಡ್ಡದಾಗಿದೆ. ആ മോശയെ ദൈവം വിളിക്കുന്നു. ಆ ಮೋಶೆಯನ್ನು ದೇವರು ಕರೀತಾ ಇದ್ದಾರೆ. ആമേൻ. നീ എന്റെ ജനമായ ഇസ്രായേൽ ജനത്തെ നടത്തുവാൻ ഞാൻ നിന്നെ അഭിഷേകം ചെയ്യും. ನನ್ನ ಜನರಾದ ಇಸ್ರಾಯೇಲರನ್ನು ನಡೆಸಲಿಕ್ಕೋಸ್ಕರ ನಾನು ನಿನ್ನನ್ನು ಅಭಿಷೇಕಿಸ್ತಾ ಇದ್ದೇನೆ. ഞാൻ നിന്റെ നാവോട് കൂടിയിരിക്കും. ನಾನು ನಿನ್ನ ನಾಲಿಗೆಯೊಂದಿಗೆ ಇರ್ತೇನೆ. മോശ പല തടസ്സങ്ങൾ പറഞ്ഞു മാറാൻ ശ്രമിക്കുന്നു. ಮೋಶೆ ಹಲವಾರು ತೊಂದರೆಗಳನ್ನು ಹೇಳಿ ತಾನು ಹಿಂಜಾರ್ಲಿಕ್ಕೆ ನೋಡ್ತಾ ಇದ್ದಾನೆ. ദൈവം പറഞ്ഞു, ഞാൻ നിന്റെ കൂടെ ഇരിക്കും. ದೇವರು ಹೇಳ್ತಾ ಇದ್ದಾರೆ, ನಾನೇ ನಿನ್ನ ಜೊತೆಯಲ್ಲಿರುತ್ತೇನೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ഞാനാകുന്നവൻ ഞാനാകുന്നു. ನಾನಾಗಿರುವನು ನಾನಾಗಿದ್ದೇನೆ. ആകയാൽ വരിക. ಓ ಆದುದರಿಂದ ಹೊರಟು ಬಾ. ദൈവം പറഞ്ഞു, ದೇವರು ಹೇಳ್ತಾ ಇದ್ದಾರೆ, ഞാൻ നിന്നെ 3 അധികാരങ്ങൾ 3 ഡിഗ്രികൾ പഠിപ്പിക്കാൻ പോകുകയാണ്. ನಾನು ನಿನಗೆ 3 ಅಧಿಕಾರಗಳನ್ನು ಕಲಿಸಲಿಕ್ಕೆ ಹೋಗ್ತಾ ಇದ್ದೇನೆ. അത് ഒന്നാമത്തെ ഡിഗ്രി മോശയുടെ ദൈവം പറഞ്ഞു, നിന്റെ കൈയെടുത്ത് കഷത്ത് വെക്കണം, അത് കുഷ്ഠമായി മാറും. ಮೊದಲನೇದು ಏನೆಂದರೆ ನಿನ್ನ ಕೈ ಎತ್ತಿಕೊಂಡು ಕಂಗಳಲ್ಲಿಡು, ಅದು ಕುಷ್ಠವಾಗಿ ಮಾರ್ಪಡುತ್ತದೆ. വീണ്ടും അതുപോലെ ചെയ്യുമ്പോൾ അത് പഴയ കരമായി തീരും. ಮತ್ತೆ ಅದೇ ರೀತಿಯಾಗಿ ಮಾಡುವಾಗ ಅದು ಹಳೆಯ ಕರವಾಗಿ ಮಾರ್ಪಡುತ್ತದೆ. സ്വതന്ത്രം. ಹಲ್ಲೆಲೂಯಾ. രണ്ടാമത് ദൈവം പറഞ്ഞു, ಎರಡನೇದಾಗಿ ದೇವರು ಹೇಳ್ತಾ ಇದ್ದಾರೆ, നിന്റെ കയ്യിൽ ഒരു വടിയുണ്ട്. ನಿನ್ನ ಕೈಯಲ್ಲಿ ಒಂದು ಕೋಲಿದೆ. നീ ആ വടിയെടുത്ത് ഫറവോന്റെ കൊട്ടാരത്തിൽ ചെന്ന് അത് നിലത്തിടണം. ನೀನು ಆ ಕೋಲನ್ನು ತೆಗೆದುಕೊಂಡು ಹೋಗಿ ಫರೋಹನನ ಅರಮನೆಯಲ್ಲಿ ನೆಲಕ್ಕೆ ಹಾಕಬೇಕು. ആ വടി സർപ്പമായി തീരും. ಆ ಕೋಲು ಸರ್ಪವಾಗಿ ಮಾರ್ಪಡುತ್ತದೆ. ആമേൻ പറഞ്ഞാട്ടെ. ಆಮೇಲೆ ಹೇಳ್ತೀರಾ? പെട്ടെന്ന് മോശ വടി സർപ്പമായത് കണ്ടപ്പോൾ ചിലർ പ്രസംഗിക്കും, മോശ പേടിച്ച് പുറകോട്ട് മാറിയെന്ന്. ಕೋಲು ಸರ್ಪವಾಗಿ ನೋಡುವಾಗ ಕೆಲವೊಬ್ರು ಪ್ರಸಂಗ ಮಾಡ್ತಾರೆ, ಮೋಶೆ ಭಯಪಟ್ಟು ಹಿಂದೆ ಹೋದನು ಅಂತ. മോശ പേടിച്ച് മാറിയതല്ല. ಮೋಶೆ ಭಯಪಟ್ಟು ಹಿಂದೆ ಹೋಗಿದ್ದಲ್ಲ. വടി പാമ്പായപ്പോൾ മോശ ചിന്തിച്ച്, കർത്താവേ, ഞാൻ ഇതിനെയാണോ ഇത്രയും വർഷങ്ങൾ ചുമന്ന് നടന്നത്? ಈ ಕೋಲವು ಹಾವಾಗಿದಾಗ ಮೋಶೆ ಯೋಚಿಸ್ತಾ ಇದ್ದಾನೆ, ಅಯ್ಯೋ ದೇವರೇ, ನಾನು ಇದೇನಾ ಕೋಲ್ ಅಂತ ಹೇಳಿ ಇಷ್ಟು ದಿವಸ ಹೊತ್ತುಕೊಂಡು ನಡೆದದ್ದು ಅಂತ. ഇവൻ ഉറങ്ങാൻ നേരത്ത് ഈ പാമ്പിനെയാണ് ഒരു ഭാഗത്ത് ചാരി വെക്കുന്നത്. ಈ ನಾವು ಮಲಕೊಳ್ಳಕ್ಕೆ ಹೋಗುವಾಗ ಅಯ್ಯೋ ಈ ಹಾವನ್ನ ಒಂದು ಸೈಡಲ್ಲಿ ಕೋಲ್ ಅಂತ ಹೇಳಿ ಇಡುವುದು. ഇവൻ കഴിക്കുന്ന സമയത്ത് ഇപ്പുറത്തോട്ട് ഈ പാമ്പിനെ മാറ്റി വെക്കും. ಈ ಊಟ ಮಾಡುವ ಸಮಯದಲ್ಲಿ ಆ ಹಾವನ್ನು ತೆಗೆದುಕೊಂಡೋಗಿ ಮೂಲೆಯಲ್ಲಿ ಇಡ್ತಾರೆ. മോശ പറഞ്ഞു കാണും, ഞാൻ ഇതിനെയാണോ ഇത്രയും നാൾ ചുമന്ന് നടന്നത്? ಮೋಶೆ ಹೇಳಿರೋದು ಹೀಗೆ, ಅಯ್ಯೋ ನಾನು ಇದನ್ನೇನಾ ಇಷ್ಟು ಕಾಲ ಕೋಲ್ ಅಂತ ಹೇಳಿ ಹೊತ್ಕೊಂಡು ನಡೆದಿದ್ದು. മോശ പേടിച്ച് മാറിയതല്ല, ಮೋಶ ಭಯಪಟ್ಟು ಹೋಗಿದ್ದಲ್ಲ, അവൻ അത്ഭുതപ്പെട്ടതാ. ಅವನು ಅದ್ಭುತ ಪಟ್ಟನು. അതുകൊണ്ട് ചില വടി പാമ്പാകും, ചില പാമ്പ് വടിയായി തീരുകയും ചെയ്യും. ಆದುದರಿಂದ ಕೆಲ ಕೋಲು ಹಾವು ಆಗುತ್ತದೆ, ಕೆಲ ಹಾವುಗಳು ಕೋಲಾಗಿ ಮಾರ್ಪಡುತ್ತದೆ. ചില വിശ്വാസികളെ കണ്ട ഒറിജിനൽ വടി പോലെ തോന്നും. ಕೆಲ ವಿಶ್ವಾಸಿಗಳನ್ನು ನೋಡಿದ್ರೆ ಒರಿಜಿನಲ್ ಆಗಿರೋ ಕೋಲ್ ತರ ಇರ್ತಾರೆ. ചില ദേവദാസന്മാരെ കണ്ടാലും തോന്നും. ಕೆಲ ದೇವಸೇವಕರು ನೋಡಿದ್ರು ಅನ್ಸುತ್ತೆ, കണ്ടാൽ ഒറിജിനൽ വടിയാന്ന് തോന്നും. ನೋಡಿದ್ರೆ ಒಂದು ನಿಜವಾದ ಕೋಲು ಅನ್ನಬಹುದು. അല്ല, ಅಲ್ಲ, ചിലതൊക്കെ വിഷമുള്ളതാ. ಕೆಲದೆಲ್ಲ ವಿಷ ಇರುವಂತದ್ದು. ആമേൻ പറ. ಆಮೇನ್ ಹೇಳ್ತೀರಾ? സ്വോത്രം കുറഞ്ഞല്ലോ. ಸ್ತೋತ್ರ ಹೇಳಿದ್ರಲ್ಲ ಎಲ್ಲರೂ. അതാ ഞാൻ പറഞ്ഞു, വടി പാമ്പാകും, പാമ്പ് വടിയായി തീരും. ಅದೇ ಹೇಳಿದ್ದು, ಕೋಲು ಹಾವು ಆಗುತ್ತೆ, ಹಾವು ಕೋಲಾಗಿ ಮಾರ್ಪಡುತ್ತದೆ ಎಂದು. അതിനൊക്കെ
ഒരു അഡ്ജസ്റ്റ്മെന്റ് കൊണ്ടുപോകാനേ നടക്കത്തുള്ളൂ. ಅದನ್ನೆಲ್ಲ ಒಂದು ಅಡ್ಜಸ್ಟ್ಮೆಂಟ್ ಅಲ್ಲಿ ಹೊತ್ಕೊಂಡು ಹೋಗ್ಲೇಬೇಕಾಗುತ್ತೆ. ഈ സഭാശുശ്രൂഷ ഭയങ്കര ഇടപാടാ കേട്ടോ. ಈ ಸಭಾ ಸೇವೆ ಅನ್ನೋದು ಬಹಳ ಕಷ್ಟಕರವಾಗಿದೆ. ഇല്ലേ ഇല്ലേ ഭാഷേ, ഒരു നാക്കിന് കൊണ്ടുപോകാനേ ഒക്കത്തുള്ളൂ. ಹೇಗಾದ್ರೂ ಒಂದು ರೀತಿಯಾಗಿ ತೆಗೆದುಕೊಂಡು ಹೋಗ್ಲೇಬೇಕು. ദേഷ്യപ്പെടാൻ പറ്റത്തില്ല, ಕೋಪ ಮಾಡ್ಲಿಕ್ಕಾಗಲ್ಲ, സ്നേഹിക്കാനും പറ്റത്തില്ല, ಪ್ರೀತಿಸ್ಲಿಕ್ಕೂ ಆಗಲ್ಲ. സ്വതന്ത്രം പറ. ചില ദൈവദാസന്മാരും വിശ്വാസികളൊക്കെ അങ്ങനെ. ಕೆಲ ದೇವ ಸೇವಕರು ವಿಶ್ವಾಸಿಗಳೆಲ್ಲ ಹಾಗೇನೆ. സ്വതന്ത്രം പറഞ്ഞാട്ടെ, ಸ್ತೋತ್ರ ಹೇಳ್ತೀರಾ? ഒരു പരുവത്തിന് കൊണ്ടുപോകണം. ಒಂದು ರೀತಿಯಾಗಿ ಹೇಗೋ ಅವರನ್ನ ಕರೆದುಕೊಂಡು ಹೋಗ್ಬೇಕು. മോശ പെട്ടെന്ന് ദൈവം പറഞ്ഞു, പെട്ടെന്ന് പറഞ്ഞു, നീ അതിൻ്റെ പാമ്പ് വടി നിലത്തിട്ടപ്പോൾ പെട്ടെന്ന് സർപ്പമായി തീർന്നപ്പോൾ ദൈവം പറഞ്ഞു, നീ അതിൻ്റെ വാലിന് പിടിക്കണം. ಓ, ಕೋಲು ಸರ್ಪವಾಗಿದ್ದಾಗ ದೇವರು ಹೇಳ್ತಾ ಇದ್ದಾರೆ, ನೀನು ಅದರ ಬಾಲವನ್ನು ಹಿಡಿಯಬೇಕು. ദൈവം കൽപ്പിച്ചിട്ടാണ് മോശ അതിൻ്റെ വാലെ പിടിച്ചത്. ದೇವರು ಕಲ್ಪಿಸಿದ ಮೇಲೇನೆ ಮೋಶೆ ಅದರ ಬಾಲನ್ನು ಹಿಡಿದಿದ್ದು. ഞാനിങ്ങനെ ചിന്തിച്ചു, ദൈവം കൽപ്പിക്കാതെ മോശ പാമ്പിൻ്റെ വാലെ പിടിച്ചിരുന്നെങ്കിൽ മോശ വടിയാകുമായിരുന്നു. ದೇವರು ಕಲ್ಪಿಸದೆ ಮೋಶೆ ಏನಾದರೂ ಹಾವಿನ ಬಾಲವನ್ನು ಮುಟ್ಟಿದ್ರೆ ಮೋಶೆನೇ ಒಂದು ಕೋಲಾಗಿ ಮಾರ್ಪಡ್ತಾ ಇದ್ದ. ആമേൻ ಆಮೇನ್. അതുകൊണ്ട് അടുത്ത കൈ കൊടുത്ത് പറ, കൽപ്പിച്ചിട്ട് പിടിക്കണം. ಆದ್ದರಿಂದ ಪಕ್ಕದಲ್ಲಿರಿಗೆ ಕೈ ಕೊಟ್ಟು ಹೇಳ್ತೀರಾ, ಆಜ್ಞಾಪಿಸಿದ ಮೇಲೆ ಹಿಡಿಯಬೇಕು. പെട്ടെന്ന് വടി പാമ്പായി, ಬೇಗನೆ ಹಾವು ಕೋಲಾಯಿತು. ഇത് കണ്ട് ഫറവോൻ തന്റെ മന്ത്രവാദികളെ ശകനവാദികളൊക്കെ അടുക്കൽ വിളിച്ചു വരുത്തിയിട്ട് അവരുടെ വടികൾ നിലത്തിട്ടു. അവരുടെ വടികളെല്ലാം പാമ്പുകളായി മാറി. ಈಗ ಇದನ್ನು ನೋಡಿದ ಫರೋಹನನು ಅವರ ಎಲ್ಲಾ ರೀತಿಯಾದ ಮಂತ್ರವಾದಿಗಳನ್ನು, ಎಲ್ಲಾ ರೀತಿಯಾದ ವಿದ್ವಾಂಸರನ್ನು ಕರೆದುಕೊಂಡು ಬಂದು ಅವರು ಕೋಲಾಗ್ತಾ ಇದ್ದಾರೆ. ಅವರ ಕೋಲುಗಳು ಹಾವಾಗಿ ಮಾರ್ಪಟ್ಟಿತು. ആമേൻ ಆಮೇನ್. ഹല്ലേലൂയ ಹಾಲೆಲೂಯ. ആമേൻ. മോശയുടെ ഒറ്റ വടിയേ ഉള്ളൂ, അവർക്ക് ഒത്തിരി വടികളുണ്ട്. ಮೋಶೆಗೆ ಇರೋದು ಒಂದೇ ಒಂದು ಕೋಲು, ಅವರಿಗೆ ಅನೇಕ ಕೋಲುಗಳಿವೆ. ഇപ്പോൾ രണ്ട് കൂട്ടര വടി പാമ്പിന്റെ വാ കണ്ട രണ്ടിനും പത്തിയുണ്ട്. ಎರಡು ಗುಂಪಿನ ಹಾವುಗಳಿಗೂ ಒಂದು ರೀತಿಯಾದ ಪಂಕ್ತಿ ಇದೆ, ಒಂದು ರೀತಿಯಾದ ಯುದ್ಧ ಇದೆ. ഏതാണ് ഒറിജിനൽ പത്തി? ಯಾವ್ದ ನಿಜವಾದ ಹೆಡೆ? ആമേൻ. ഒറിജിനൽ ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടല്ലോ. ಒರಿಜಿನಲ್ ಹೆಡೆನೂ ಇದೆ, ಡೂಪ್ಲಿಕೇಟ್ ಹೆಡೆನೂ ഇത് ಇದೆ രണ്ടും ಅಲ್ಲ. തിരിച്ചറിയാൻ പറ്റാത്തൊരു കാലഘട്ടമാണ്. ಇದೆರಡು ಯಾವುದೆಂದು ಅರ್ಥ ಮಾಡಿಕೊಳ್ಳಿಕ್ಕಾಗದಂತ ಒಂದು ಕಾಲದಲ್ಲಿ ಇದ್ದೇವೆ. ഹലോ, ശ്രദ്ധിക്കണേ, ಎಲ್ಲರಿಗೂ രണ്ടിനും പത്തികളുണ്ട്. ಎರಡಕ್ಕೂ ಹೆಡೆಗಳಿದೆ. ഞാൻ ഇങ്ങനെ വിശ്വസിച്ചു. ನಾನು ಹೀಗೆ ನಂಬುತ್ತಾ ಇದ್ದೇನೆ. ഒറിജിനൽ പത്തി ഏതെന്ന് തിരിച്ചറിയണമെങ്കിൽ ನಿಜವಾದ ಹೆಡೆ ಯಾವುದೆಂದು ಅರ್ಥ ಮಾಡಿಕೊಳ್ಳಬೇಕಾದ್ರೆ ಆಮೆನ್. ഹല്ലേലൂയ ಹಾಲೆಲೂಯ. ഹല്ലേലൂയ ಹಾಲೆಲೂಯ. ഒറിജിനൽ പത്തി വാ തുറന്നാൽ, ನಿಜವಾದ ಹೆಡೆ ಬಾಯಿ ತೆರೆದರೆ, ഈവൻ വാ അടയ്ക്കണമെങ്കിൽ, ಇವನು ಬಾಯಿ ಮುಚ್ಚಬೇಕಾದರೆ മറ്റവരെ അകത്താക്കിയ ശേഷമേ ഇവൻ വാ അടയ്ക്കുകയുള്ളൂ. ಮಿಕ್ಕಿರುವವರನ್ನು ಒಳಗೆ ಹಾಕಿದ ಮೇಲೇನೆ ಈ ಒರಿಜಿನಲ್ ಹೆಡೆ ಹಾವು ಬಾಯಿ ಮುಚ್ಚುವುದು. നിന്റെ മുമ്പിൽ തലപൊക്കി നിൽക്കുന്ന, ನಿನ್ನ ಮುಂದೆ ತಲೆ ಎತ್ತಿ ನಿಲ್ಲುವಂತ, നിന്നെ ഇപ്പോൾ കൊത്തി മുഴുങ്ങുമെന്നും ನಿನ್ನನ್ನು ಈಗಲೇ ಕಚ್ಚಿ ನುಂಗುತ್ತೇನೆ ಎಂದು, ഇപ്പോൾ അകത്താക്കി കളയുമെന്നും, ನಿನ್ನನ್ನು ಈಗಲೇ ಒಳಗೆ ಹಾಕಿ ಮುಚ್ಚುತ್ತೇನೆ ಎಂದು, തോർന്നു നിൽക്കുന്ന വിഷയങ്ങൾ, ಎಲ್ಲ ಎದುರಾಗಿ ನಿಲ್ಲುವಂತ ವಿಷಯಗಳು, രോഗബന്ധനങ്ങൾ, ರೋಗದ ಬಂಧನಗಳು, കടഭാരങ്ങൾ, ಸಾಲಭಾರಗಳು, മാനസിക പീഡനകൾ, ಮಾನಸಿಕ ಪೀಡನೆಗಳು, ഒറ്റപ്പെട്ട മേഖലകൾ, ಒಂಟಿತನದ ಅವಸ್ಥೆಗಳು നിന്നെ ഇപ്പം വിഴുങ്ങും. ನಿನ್ನನ್ನು ಇವಾಗ നിന്നെ ನುಂಗುತ್ತೇನೆ. ഇപ്പോൾ കൊത്തി മിഴുങ്ങി അകത്താക്കുമെന്ന് ನಿನ್ನನ್ನು ಈಗ ಕಚ್ಚಿ ನುಂಗಿ ಒಳಗೆ ಹಾಕುತ್ತೇನೆ ಎಂದು പ്ലാൻ പിശാച് തയ്യാറാക്കിയിരിക്കുമ്പോൾ ಪಿಶಾಚು ಸೈತಾನನ ಒಂದು ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ಇವತ್ತು ನಿನ್ನ ಮೇಲೆ ಆತ್ಮನಲ್ಲಿ നീ അതിനെ അകത്താക്കാൻ പോകുകയാ. ನೀನು ಅದನ್ನು ಒಳಗೆ ಹಾಕಲಿಕ್ಕೆ ಹೋಗ್ತಾ ಇದೀಯಾ? കരമടിച്ച് ಕೈಗಳು ತಟ್ಟಿ ಆರಾಧಿಸು. ക്യാൻസർ രോഗങ്ങൾ മാറട്ടെ, ಕ್ಯಾನ್ಸರ್ ರೋಗಗಳು ನೀಗಲಿ, ട്യൂമർ മാറട്ടെ, ಟ್ಯೂಮರ್ ನೀಗಲಿ, മുഴ മാറട്ടെ, ಎಲ್ಲ ಗಡ್ಡೆಗಳು ಮಾಯವಾಗಲಿ, കടഭാരങ്ങൾ മാറട്ടെ, ಸಾಲ ಭಾರಗಳು ನೀಗಲಿ, യേശുവിൻ നാമത്തിൽ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. പരിശുദ്ധാത്മാവ് പ്രവചിക്കുക. ಪವಿತ್ರಾತ್ಮನು ಪ್ರವಾದಿಸ್ತಾ ಇದ್ದಾರೆ. വടി
ಕೋಲು സർപ്പമായി മാറി. ಸರ್ಪವಾಗಿ ಮಾರ್ಪಟ್ಟಿತು. മോശയുടെ പാമ്പ് ಮೋಶೆಯ ಹಾವು മന്ത്രവാദികളുടെ പാമ്പുകളെ വിഴുങ്ങി അകത്താക്കി. ಮಂತ್ರವಾದಿಗಳ ಹಾವುಗಳನ್ನು ನುಂಗಿ ಒಳಗೆ ಹಾಕಿತು. നദിയുടെ വെള്ളം കോരി ഉണങ്ങിയ നിലത്തൊടിച്ചത് രക്തം വെള്ളമായി മാറി. ಒಣಗಿಯ ನೆಲದಲ್ಲಿರುವಂತ ಕೋಲನ್ನು ತೆಗೆದುಕೊಂಡು ಹೋಗಿ ನದಿಯಲ್ಲಿ ಹಾಕಿದಾಗ ನದಿಯು ರಕ್ತವಾಗಿ ಮಾರ್ಪಟ್ಟಿತು. 3 അധികാരങ്ങളും മോശ ദൈവം പഠിപ്പിച്ചു. 3 ಅಧಿಕಾರಗಳನ್ನು ಮೋಶೆಗೆ ದೇವರು ಕಲಿಸಿದರು. അതിനുശേഷമാണ് പറവോനെ ദൈവം നദീതീരത്ത് വെച്ച് കൂട്ടിമുട്ടിപ്പിച്ചത്. ಅದರ ನಂತರವೇ ಫರೋಹನನ್ನು ದೇವರು ನದಿಯ ದಡದಲ್ಲಿ ಅವರಿಗೆ ಒಂದು ಸಂಪರ್ಕವನ್ನು ಉಂಟು ಮಾಡಿದ್ದು. ആമേൻ പറഞ്ഞാട്ടെ. ಆಮೇಲೆ ಹೇಳ್ತೀರಾ? ആ നദിയെ നീ അടിക്കണം. ആ നദിയെ നീ അടിക്കണം. ಆ ನದಿಯನ್ನು ನೀನು ಒಡೆಯಬೇಕು. അത് വെറും നദിയല്ല, മോശ അടിച്ച നദി ഫറവോന്റെ ദൈവത്തെയാ. ಅದು ಬರೀ ಒಂದು ನದಿಯಲ್ಲ, ಮೋಶೆ ಹೊಡೆದದ್ದು ಫರೋಹನನ ದೇವತೆಯನ್ನು. ഞാൻ മെസ്സേജ് അവസാനിപ്പിച്ചിട്ട് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ನಾನು ಈ ಮೆಸೇಜ್ ಅನ್ನು ಮುಗಿಸಿ ಪ್ರಾರ್ಥಿಸ್ಲಿಕ್ಕೆ ಹೋಗ್ತಾ ಇದ್ದೇನೆ. ഒരു നല്ല ആമേൻ പറഞ്ഞാട്ടെ. ಒಂದು ಶಬ್ದವಾದ ಆಮೇಲೆ ಹೇಳ್ತೀರಾ? ഇന്ന് പകൽക്കാലം ദൈവസഭയ്ക്ക് ഇതുപോലുള്ള വാട്ടർ ഉടമ്പടികൾ വെളിപ്പെടുന്നു. യെസ്, ಈ ಹಗಲೊತ್ತು ದೇವರ ಸಭೆಗೆ ಈ ರೀತಿಯಾದ ನೀರಿನ ಒಡಂಬಡಿಕೆಗಳು ಪ್ರಕಟವಾಗುತ್ತಾ ಇದೆ. ഉൽപ്പത്തി 1:2 വെളിപ്പെട്ട പരിശുദ്ധാത്മാവ് പരിവർത്തിച്ച ആത്മാവിന്റെ ഷെയർ മോശയ്ക്ക് കൈമാറിയെങ്കിൽ, ಆದಿಕಾಂಡ ಪುಸ್ತಕ 1ನೇ ಅಧ್ಯಾಯ 2ನೇ ವಾಕ್ಯದಲ್ಲಿ ಪ್ರಕಟವಾಗಿದ ಆತ್ಮನ ಒಂದು ಭಾಗವನ್ನು ಮೋಶೆಗೆ ಹಸ್ತಾಂತರ ಮಾಡಿದರೆ സഭയ്ക്ക് അത് കൈമാറാൻ പോകുകയാ. ಸಭೆಗೆ ಅದನ್ನು ಹಸ್ತಾಂತರ ಮಾಡ್ಲಿಕ್ಕೆ ಹೋಗ್ತಾ ಇದ್ದಾರೆ. അഭിഷിക്തന്മാർക്ക് അത് കൈമാറാൻ പോകുകയാ. ಅಭಿಷಿಕ್ತರಿಗೆ ಹಸ್ತಾಂತರ ಮಾಡ್ಲಿಕ್ಕೆ ಹೋಗ್ತಾ ಇದ್ದಾರೆ. ഒരു ജോസഫ് ദർശകനാ, ಒಂದು ಯೋಸೇಫನು ದರ್ಶಕನಾಗಿದ್ದಾನೆ. സഹോദരന്മാർ അവനെ കണ്ടപ്പോൾ ദോണ്ട വരുന്ന ദർശകൻ വരുന്നു, ദർശനക്കാരൻ വരുന്നു, സ്വപ്നക്കാരൻ വരുന്നു. ಸಹೋದರರು ಅದನ್ನು ನೋಡಿ ನೋಡು ದರ್ಶಕನು ಬರ್ತಾ ಇದ್ದಾನೆ, ದರ್ಶನ ನೋಡು ಅವರು ಬರ್ತಾ ಇದ್ದಾನೆ ಅಂತ ಹೇಳ್ತಾ ಇದ್ದಾರೆ. ഇവനുള്ള അസൂയ തോന്നിട്ട് സ്വന്തം സഹോദരങ്ങൾ ജോസഫിനെ പിടിച്ചു കെട്ടി വെള്ളമില്ലാത്ത പൊട്ടക്കിണറ്റിനകത്ത് വലിച്ചെറിഞ്ഞു. ಇವನ ಮೇಲೆ ಅವರಿಗೆ ಹೊಟ್ಟೆ ಕಿಚ್ಚು ಬಂದು ಸ್ವಂತ ಸಹೋದರರೇ ಅವನನ್ನು ಕೈಕಾಲುಗಳು ಕೆಟ್ಟಿ ನೀರಿಲ್ಲದ ಹಾಳು ಬಾವಿಯಲ್ಲಿ ಹಾಕಿದ್ರು. ജോസഫ് കിടക്കുന്ന വരണ്ട സ്ഥലത്ത്, വെള്ളമില്ലാത്ത സ്ഥലത്ത്. ಈಗ ಯೋಸೇಫು ಇರುವುದು ನೀರಿಲ್ಲದ ಮರುಭೂಮಿಯ ಒಂದು ಒಣಗಿರುವ ನೆಲದಲ್ಲಿ. ഇവര് പറഞ്ഞു, എല്ലാം തീർന്നു പോയടാ, നിന്റെ സ്വപ്നം തീർന്നടാ, നിന്റെ ദർശനം തീർന്നടാ, നിന്റെ മിനിസ്ട്രി അവസാനിച്ചടാ എന്നൊക്കെ പറഞ്ഞ് അവനെ വലിച്ചെറിഞ്ഞു ഇടയായി. ಇವ್ರು ಹೇಳಿದ್ರು, ನಿನ್ನ ಕನಸು ಮುಗಿದೋಯ್ತು, ನಿನ್ನ ಎಲ್ಲಾ ರೀತಿಯಾದ ಪ್ಲಾನ್ಗಳು ಮುಗಿದೋಯ್ತು, ನಿನ್ನ ಸೇವೆ ಮುಗಿದೋಯ್ತು, ಎಲ್ಲ ಮುಗಿದೋಯ್ತು ಅಂತ ಹೇಳಿ ಅವರು ಎಸೆದು ಬೀಸಾಕಿ ಬಿಟ್ರು. ഇതുപോലെ നിന്റെ മുമ്പിൽ എല്ലാം അവസാനിച്ചു എന്ന് നീ പറയുമ്പോൾ, ಇದೇ ರೀತಿಯಾಗಿ ನಿನ್ನ ಮುಂದೆ ಎಲ್ಲ ಮುಗಿದೋಯ್ತು ಅಂತ ನೀನು ಹೇಳುವಾಗ, ഈ സഹോദരന്മാര് മറന്നുപോയി ജോസഫിന് കൊടുത്ത ദർശനം ഉയരത്തിൽ നിന്നായതുകൊണ്ട്. ಆದರೆ ಈ ಸಹೋದರರು ಮರೆತು ಹೋದರು, ಯೋಸೇಫನಿಗೆ ಕೊಟ್ಟ ದರ್ಶನ ಅದು ಸ್ವರ್ಗದಿಂದ ಬಂದ ದರ್ಶನ ಎಂದು. ഇവൻ കിടക്കുന്നത് പൊട്ടക്കിണറ്റ് താഴെ വെള്ളമില്ലാത്ത സ്ഥലത്താണെങ്കിൽ, ಇವನು ಮಲಗಿಕೊಂಡಿರುವುದು ಹಾಳು ಬಾವಿಯ ಕೆಳಗೆ ನೀರಿಲ್ಲದ ಸ್ಥಳವಾಗಿದ್ದರು. കൊടുത്ത സ്വപ്നം ഉയരത്തിൽ നിന്നുള്ളതാ. ಆದರೆ ಕೊಟ್ಟಿರುವ ಕನಸು ದರ್ಶನ ಸ್ವರ್ಗದಿಂದ ಇರುವುದು. നിന്റെ എല്ലാം വറ്റിപ്പോയെന്ന് ನಿಂದ ಎಲ್ಲ ಮುಗಿದೋಯ್ತು. പിശാചും മനുഷ്യരും പറയട്ടെ, ಸೈತಾನನು ಮನುಷ್ಯರು ಹೇಳಲಿ, ഉയരത്തിലെ കരം നിനക്ക് വേണ്ടി വെളിപ്പെടും. ಸ್ವರ್ಗದಲ್ಲಿರುವ ಒಂದು ಕರ ನಿನಗೋಸ್ಕರ ಪ್ರಕಟವಾಗುತ್ತದೆ. യോസേഫിനെ ദൈവം പുറത്തു കൊണ്ടുവന്നു. ಯೋಸೇಫನನ್ನು ದೇವರು ಹೊರಗೆ ಕರೆದುಕೊಂಡು ಬರ್ತಾ ಇದ್ದಾರೆ. യോസേഫിന് ജനിച്ച തലമുറകൾ, ಯೋಸೇಫನಿಗೆ ಹುಟ್ಟಿದ ತಲೆಮಾರುಗಳು. ഇത് പറയുമ്പോൾ നിങ്ങൾ മൗനമായിരിക്കരുത്. ಇದು ಹೇಳುವಾಗ ನೀವು ನಿಶ್ಶಬ್ದವಾಗಿರಬಾರದು. തലമാർക്ക് കൊടുത്ത ലാൻഡ്, ಇವರ ತಲೆಮಾರಿಗೆ ಕೊಟ್ಟ ಜಾಗ, ലാൻഡ് ಸ್ಥಳ, ആമേൻ, വാട്ടർ പ്രിന്റ് ലാൻഡ്. ಅದು ನೀರಾವರಿಯ ಸ್ಥಳವಾಗಿತ್ತು. ರಾಬಾಲಾದಾರ ಶಾಬಾಬಾಲಾದಾರ ಒರಿಯಾಲಾದಾರ. ഇന്ന് ചില തലമുറകളെ ദൈവം അനുഗ്രഹിക്കാൻ പോകുകയാണ്. ಇವತ್ತು ಕೆಲ ತಲೆಮಾರುಗಳನ್ನು
ಇದ್ದಾರೆ. പിന്നെ ചരിത്രം പഠിച്ചാൽ പിന്നെ അങ്ങ് വാട്ടറിന്റെ അയറുകളിയായിരുന്നു. ಓ ಮತ್ತೆ ನಾವು ಚರಿತ್ರೆ ನೋಡುವುದಾದ್ರೆ ನೀರಾವರಿಯಿಂದ ತುಂಬಿರುವಂತ ಸ್ಥಳಗಳೇ ಆಗಿತ್ತು. മാറയെ ദൈവം മധുരമാക്കി. ಓ ಮಾರಾಯ ಎಂಬ ಬಂಡೆಯನ್ನು ಮಧುರವಾಗಿ ಮಾರ್ಪಟ್ಟಿದರು. കരമടിച്ച് സ്തോത്രം ಕೈಗಳು ತಟ್ಟಿ ಸ್ತೋತ್ರ ಹೇಳ್ತೀರಾ? ഇന്ന് ചില ദൂതുകൾ നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുകയാ. ಇವತ್ತು ಕೆಲ ಪ್ರಕಟಣೆಗಳು ನಿಮಗೋಸ್ಕರ ಪ್ರಕಟವಾಗಲಿಕ್ಕೆ ಹೋಗ್ತಾ ಇದೆ. ഓ ഇസ്ഹാക്കിന്റെ കാലത്തൊക്കെ ಇಸಾಕನ ಕಾಲದಲ್ಲಿ ನೋಡಿ പിതാക്കന്മാർ കുഴിച്ച കിണറുകൾ പിശാചു മണ്ണിട്ട് മൂടി. ಓ ಸೈತಾನನ ತಂದೆಗಳು ಪೂರ್ವಿಕರು ತೋಡಿದ ಬಾವಿಗಳೆಲ್ಲ ಸೈತಾನನು ಮಣ್ಣಾಕಿ ಮುಚ್ಚಿದನು. ഇസ്ഹാക്കിന്റെ കാലം വന്നപ്പോൾ ಆದರೆ ಇಸಾಕನ ಕಾಲ ಬಂದಾಗ വാട്ടർ ഉടമ്പടി വെളിപ്പെടുകയാ. ನೀರಿನ ಒಡಂಬಡಿಕೆ ಪ್ರಕಟವಾಗ್ತಾ ಇದೆ. ആമേൻ പറ. ಆಮೆನ್ ಹೇಳು. നിന്റെ വാഗ്ദത്തത്തെ മണ്ണിട്ട് മൂടിയതിനെ ನಿನ್ನ ವಾಗ್ದಾನವನ್ನು ಮಣ್ಣಾಕಿ നീ ಮುಚ್ಚಿದನು. തുറക്കാൻ പോകുകയാ. ನೀನು ತೆರೆಯಲಿಕ್ಕೆ ಹೋಗ್ತಾ ಇದೀಯಾ? അടഞ്ഞ ഉറവകൾ, ಓ ಮುಚ್ಚಿರುವ ಎಲ್ಲ ಬುಗ್ಗೆಗಳು, മണ്ണിട്ട് മൂടിയ കിണറുകൾ ಮಣ್ಣಾಕಿ ಮುಚ್ಚಿದ ಬಾವಿಗಳು ഇസ്ഹാക്കെ നീ തുറക്കുന്നു. ಇಸಾಕೆ ನೀನು നീ തുറക്കുകയാ. ನೀನು ತೆರೀತೀಯಾ? കമാൻ കമാൻ. ಎಲ್ಲರೂ ಕೂಡ ಸ್ವೀಕರಿಸಿಕೊಳ್ಳಿ. ಶಬಬಲದರ ಬಲದರ ಸೆಬೆತಲ್ಲರ ಬಲ ಓರಿಯಾಲದರ ಬಲದರ 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 ಶಬಲ തുറക്കട്ടെ തുറക്കട്ടെ. ತೆರೆಯಲಿ ತೆರೆಯಲಿ, ಎಲ್ಲ ಬಂಧನಗಳು ತೆರೆಯಲಿ. ദൈവ സഭയ്ക്ക് വേണ്ടി പുതിയ ഉറവകൾ തുറക്കുന്നു. ದೇವರ ಸಭೆಗೋಸ್ಕರ ಹೊಸ ಬುಗ್ಗೆಗಳು ತೆರೀತಾ ಇದ್ದಾರೆ. തുറക്കുന്നു. ತೆರೆಯಲಿ. പ്രാപിച്ചോ 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 ಹೊಂದಿಕೊಳ್ಳಿ പ്രാപിച്ചോ 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 ಹೊಂದಿಕೊಳ್ಳಿ. പ്രാപിച്ചോ. യെസ് യെസ് യെസ്. രാബാദാരാദാരായ. ഓ പ്രാപിക്കേ പ്രാപിക്കേ. ಹೊಂದಿಕೊಳ್ಳಿ ಹೊಂದಿಕೊಳ್ಳಿ ಹೊಂದಿಕೊಳ್ಳಿ. മൂടപ്പെട്ട കിണറുകൾ, ಓ ಮುಚ್ಚಿರುವ ಬಾವಿಗಳು തൊടുന്നു തൊടുന്നു തൊടുന്നു. ಮುಟ್ಟುತ್ತಾ ಪ್ರಾಪಿಕೆ. ಇದೆ. ചീസ് ചീസ്. തുറക്കട്ടെ തുറക്കട്ടെ തുറക്കട്ടെ. ತೆರೆಯಲ್ಪಡಲಿ ತೆರೆಯಲ್ಪಡಲಿ ತೆರೆಯಲ್ಪಡಲಿ. ആശാല ധല അർബ ധന പ്രഭ. ಓ ಶಾಬಾ. ആരും മൗനമായിരിക്കും. ഇപ്പോൾ ಈ പരിശുദ്ധാത്മാവിന്റെ കരമിറങ്ങുന്നു. ಪವಿತ್ರಾತ್ಮನ ಹಸ್ತ ಮುಟ್ಟುತ್ತಾ ಇದೆ. സഭയുടെ വാഗ്ദത്തങ്ങളെ അടച്ചത് ಸಭೆಯ ವಾಗ್ದಾನಗಳನ್ನು ಮುಚ್ಚಿ വാട്ടർ ഉടമ്പടിയാൽ ನೀರಿನ ಒಡಂಬಡಿಕೆ തുറക്കുന്നു. ತೆರೀತಾ ಇದೆ. ಪ್ರಿಯ ವೀಕ್ಷಕರೇ, ನೀವು ಹೊಂದಿದ ಆಶೀರ್ವಾದವನ್ನು ನಮ್ಮೊಂದಿಗೆ ಹಂಚಿಕೊಳ್ಳಿರಿ. ನೀವು ಸಂಪರ್ಕಿಸಬೇಕಾದ ಮೊಬೈಲ್ ಸಂಖ್ಯೆ 8217761567. ಹೆಚ್ಚಿನ ವಿಡಿಯೋಗಳಿಗಾಗಿ ನಮ್ಮ ಚಾನೆಲ್ ಅನ್ನು ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾಡಿಕೊಳ್ಳಿರಿ. ದೇವರು ತಾನೇ ನಿಮ್ಮೆಲ್ಲರನ್ನು ಆಶೀರ್ವದಿಸಲಿ.